മീറ്റ് മീ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ സാധാരണക്കാരെയും സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ നമ്മളുള്ളത് എറണാകുളം ജില്ലയിലെ തൃക്കാക്കര താലൂക്കിലാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് യോഗയിലെ ആചാര്യനായ ശ്രീ കൃഷ്ണകുമാർ അവർകളെയാണ്. അദ്ദേഹം ഹിമാലയൻ സിദ്ധാശ്രമ ആൻഡ് യോഗ സാധക കേന്ദ്ര അതിൻ്റെ ചെയർമാൻ ആൻഡ് ഫൗണ്ടേഷൻ മെമ്പറാണ്. അപ്പം അദ്ദേഹത്തിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്തേ. ആധ്യാത്മികതയിലേക്ക് നമ്മൾ പറയുമ്പോൾ പല പല മാർഗങ്ങൾ നമുക്ക് അറിയാം. ഇപ്പം ഭക്തിമാർഗമാണ്, യോഗമാർഗമായ പല മാർഗങ്ങളുമുണ്ട്. അങ്ങ് യോഗമാർഗത്തിലേക്ക് തിരിഞ്ഞത് യഥാർത്ഥത്തിൽ അങ്ങ് തന്നെ തിരഞ്ഞെടുത്ത ഒരു മാർഗമാണോ, അതോ മാർഗം അങ്ങേ തിരഞ്ഞെടുത്തതാണോ? തീർച്ചയായിട്ടും വളരെ നല്ലൊരു ചോദ്യമാണ്. യോഗ എന്നെ തിരഞ്ഞെടുത്തതാണോ അതോ ഞാൻ യോഗയെ തിരഞ്ഞെടുത്തതാണോ? എൻ്റെ ഏറ്റവും ചെറുപ്പത്തിൽ, എൻ്റെ ഒരു ഓർമ്മയിൽ, ഒരു 3-3.5 വയസ്സ് മുതൽ അന്ന് നടന്ന കാര്യങ്ങളെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ ചെറുപ്പത്തിൽ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചത് എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മയുടെ മടിയിലിരുന്ന് ഞാൻ ജപിച്ച നാമങ്ങൾ, കീർത്തനങ്ങൾ, മന്ത്രങ്ങൾ, എൻ്റെ അമ്മ, അച്ഛൻ, എൻ്റെ കുടുംബം, അവർ എൻ്റെ ഉള്ളിൽ, ആ ചെറിയ മനസ്സിൽ അവർ പകർന്നു തന്ന ആധ്യാത്മികതയെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായിട്ടുള്ള വിവരങ്ങൾ, അതായത് നാമജപങ്ങളും മന്ത്രജപങ്ങളും കീർത്തന ആലാപനങ്ങളും അമ്മയോടും അച്ഛനോടും ഒപ്പമുള്ള ക്ഷേത്ര ദർശനങ്ങളും ആധ്യാത്മിക പുരുഷന്മാരുമായിട്ടുള്ള സത്സംഗങ്ങളുമാണ് യഥാർത്ഥത്തിൽ എൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ആ ഒരു യോഗയെ പറ്റിയുള്ള, അല്ലെങ്കിൽ ആ ഒരു യോഗ ശാസ്ത്രത്തിലേക്കുള്ള എൻ്റെ ആ ഒരു പ്രയാണത്തെ ത്വരിതപ്പെടുത്തിയതെന്ന് പറയാം. തീർച്ചയായിട്ടും നമ്മളെല്ലാം പൂർവ്വജന്മത്തിലും പുനർജന്മത്തിലും വിശ്വസിക്കുന്നവരാണ്. എൻ്റെ പൂർവ്വജന്മ കർമ്മത്തിലെ ആ ഒരു വാസന, ആ ഒരു സ്വാധീനം തീർച്ചയായും എന്നെ യോഗയിലേക്ക് ആ ചെറുപ്പത്തിൽ തന്നെ ആകർഷിച്ചു. യോഗ ഞാൻ തിരഞ്ഞെടുത്തു, യോഗ എന്നെയും തിരഞ്ഞെടുത്തു എന്ന് വേണം കരുതാൻ. സർ, നമ്മൾ ഈ സ്പിരിച്വൽ ജേർണിയിലേക്ക് നമ്മൾ പൊതുവെ പറയാറുണ്ട്. അതിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു ഗുരുവിനെ നമ്മൾ അങ്ങോട്ട് തേടി പോവുകയല്ല. യഥാർത്ഥ ഒരു അന്വേഷകനെ സംബന്ധിച്ചിടത്തോളം അവനെ ഗുരു തേടിയാണ് വരുന്നത്. അപ്പം അങ്ങയുടെ ജീവിതം എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും ഗുരുവിനെ തേടി നാം അങ്ങോട്ട് പോവേണ്ടതില്ല. നമ്മളുടെ ആധ്യാത്മിക പുരോഗതിക്കനുസരിച്ച് ഓരോ സമയങ്ങളിൽ ആചാര്യന്മാരും ഗുരുക്കന്മാരും ദാർശനികരും ആധ്യാത്മിക മേഖലയിലേക്ക് നമ്മളെ കൈപിടിച്ചു കൊണ്ടുപോകുന്നവരും ഒക്കെ നമ്മുടെ മുന്നിൽ എത്തിച്ചേരുമെന്നാണ് പറയുന്നത്. പക്ഷെ ഇതിന്റെ എല്ലാം അടിസ്ഥാനം നമ്മളുടെ കുടുംബമാണ്. നമ്മളുടെ കുടുംബത്തിൽ നമ്മളുടെ അച്ഛൻ, അമ്മ, നമ്മളുടെ പാരമ്പര്യം, അവരെന്താണോ നമുക്ക് പകർന്നു തന്നത് അതാണ് നമ്മളുടെ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുക. ഒരു 3 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള ഒരു കുഞ്ഞിന്റെ ജീവിതം അത് ഏറ്റവും അധികം ആശ്രയിക്കുന്നത് അവന്റെ കുടുംബമാണ്. അച്ഛനാണ്, അമ്മയാണ്. അമ്മയാണ് അവന്റെ ആദ്യത്തെ അധ്യാപകൻ, അധ്യാപിക, ഗുരു. അമ്മ പകർന്നു നൽകുന്ന പാഠങ്ങളാണ് ഒരു കുഞ്ഞിന്റെ ജീവിതത്തെ, അവന്റെ സംസ്കാരത്തെ, സ്വഭാവത്തെ, പെരുമാറ്റത്തെ സ്വാധീനിക്കുന്നത്. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. അമ്മ നമ്മളുടെ ആദ്യത്തെ അധ്യാപകനാണ്, ഗുരുവാണ്. നമ്മളെ ആധ്യാത്മികതയിലേക്ക് കൈപിടിച്ച് നയിക്കുന്നതും അമ്മയാണ്. കാരണം അമ്മ മടിയിലിരുത്തി നമുക്ക് പറഞ്ഞു തന്ന നാമങ്ങളും കീർത്തനങ്ങളും ഉപനിഷത്തിലെയും വേദങ്ങളിലെയും അതുപോലെ ഇതിഹാസങ്ങളിലെയും ഒക്കെ കഥകളാണ് നമ്മളുടെ ആ ചെറിയ മനസ്സിൽ ആധ്യാത്മികതയെക്കുറിച്ച് അല്ലെങ്കിൽ ഈശ്വരനെക്കുറിച്ചുള്ള അറിവ് നമുക്ക് നൽകുന്നത്. തീർച്ചയായിട്ടും കുടുംബമാണ് അടിസ്ഥാനമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകുന്ന, അത് ആധ്യാത്മിക മേഖലയിലാണെങ്കിലും ഭൗതിക മേഖലയിലാണെങ്കിലും അറിവിന്റെ ആദ്യ തലങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് കുടുംബമാണ്, അച്ഛനാണ്, അമ്മയാണ്. അത്തരത്തിൽ എൻ്റെ ജീവിതത്തെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയാണ് ഏറ്റവും അധികം എന്നെ സ്വാധീനിച്ചത്. അമ്മ ചൊല്ലിത്തന്ന കീർത്തനങ്ങളും നാമങ്ങളും, അമ്മയുടെ വിരൽത്തുമ്പിൽ പിടിച്ച് ഞാൻ പോയ ക്ഷേത്രങ്ങളും, ആ ക്ഷേത്രങ്ങളിൽ നിന്നുണ്ടായ അനുഭവങ്ങളും അനുഭൂതികളും, ഇതൊക്കെയാണ് ആധ്യാത്മികതയിലേക്ക് നമ്മളെ നയിച്ചത്. അപ്പൊ നമ്മളൊരു സ്വതന്ത്ര ബുദ്ധി 12 വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ സ്വതന്ത്ര ബുദ്ധി ആരംഭിക്കാൻ തുടങ്ങുമെന്നാണ് പറയുന്നത്. അതായത് ഒരു 3 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള സമയം ഒരു ബ്ലാങ്ക് സ്ലൈറ്റ് എന്ന് പറയാം ഒരു കുഞ്ഞിന്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. അവിടെ അച്ഛനും
അമ്മയും അവന്റെ കുടുംബവും അവൻ ജീവിക്കുന്ന ചുറ്റുപാടുകളുമാണ് അവന്റെ സ്വഭാവത്തെ, സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നത്. അപ്പൊ അമ്മ എന്ത് പഠിപ്പിക്കുന്നു, അച്ഛൻ എന്ത് പഠിപ്പിക്കുന്നു, കുടുംബം എന്ത് പഠിപ്പിക്കുന്നു, അവന് ചുറ്റുമുള്ള സമൂഹം അവനെ എന്ത് പഠിപ്പിക്കുന്നു, ഈ 12 വർഷങ്ങൾക്കിടയിൽ ഇവൻ ആർജിക്കുന്നതാണ് പിന്നീടുള്ള അവന്റെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് അടിസ്ഥാനപരമായ ശക്തി നൽകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വളർന്നു വരുന്ന തലമുറയെ നല്ലൊരു തലമുറയാക്കി മാറ്റാൻ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അച്ഛനും അമ്മയും ആ കുട്ടി ജീവിക്കുന്ന കുടുംബവും ആധ്യാത്മികത ഉള്ളവരായിരിക്കണം. അല്ലെങ്കിൽ ആ സ്പിരിച്വാലിറ്റിയെ പറ്റിയുള്ള കാര്യങ്ങൾ വേണം. ഇപ്പോൾ ഒരു ചെറിയ കുഞ്ഞിനെ ഒരിക്കലും നമുക്ക് ആദ്യം തന്നെ ധ്യാനം പഠിപ്പിക്കാൻ സാധ്യമല്ല, പ്രാണായാമങ്ങൾ പഠിപ്പിക്കാൻ സാധ്യമല്ല. പക്ഷേ ചെറുപ്പത്തിൽ നമ്മൾ ജപം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കീർത്തനങ്ങൾ ജപിക്കുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങളെ വിളിച്ച് നമുക്ക് അടുത്തിരുത്താം. ഇപ്പോൾ ലളിതാ സഹസ്രനാമം പോലെ, ശിവസഹസ്രനാമം പോലെ, വിഷ്ണു സഹസ്രനാമം പോലെ കേൾക്കുന്നവനെയും അതേപോലെ ചൊല്ലുന്നവനെയും കേൾക്കുന്നവനെയും ഒക്കെ ഒരേപോലെ സ്വാധീനിക്കുന്ന അനേക വിശിഷ്ടങ്ങളായിട്ടുള്ള മന്ത്രങ്ങളുണ്ട്. ഇപ്പോൾ വേദ മന്ത്രങ്ങളുണ്ട്, ഉപനിഷത്തിൽ വിവരിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള കഥകളുണ്ട്, നമ്മുടെ ഇതിഹാസ കഥകളുണ്ട്, പുരാണങ്ങളിലുള്ള കഥകളുണ്ട്. അതേപോലെ നമ്മളെ ഉദ്ബോധിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന അനേകം കഥകൾ നമ്മളുടെ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഇന്നത്തെ ആധുനിക തലമുറ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് നമുക്ക് നമ്മളുടെ ആധ്യാത്മിക പാരമ്പര്യത്തെ പറ്റി, നമ്മളുടെ ഗുരുപരമ്പരകളെ പറ്റി നമുക്കറിവില്ല. വളർന്നു വരുന്ന തലമുറയ്ക്ക് നമ്മളുടെ ആധ്യാത്മിക ചൈതന്യം പറഞ്ഞു കൊടുക്കാനുള്ള അറിവ്, വളരെ ദുഃഖത്തോടെ പറയട്ടെ, ഇന്നത്തെ ആധുനിക തലമുറയിലുള്ള അച്ഛനും അമ്മയ്ക്കും ഇല്ല എന്നുള്ളതാണ്. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ നമുക്കില്ല. നമ്മളുടെ ഇന്നത്തെ ആധുനിക വിദ്യാഭ്യാസത്തിൽ ആധ്യാത്മികതയ്ക്ക് പ്രാധാന്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വേണം പറയാൻ. നമ്മളുടെ ഇന്നത്തെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ, കോളേജ് തല വിദ്യാഭ്യാസത്തിൽ നമ്മളുടെ മൂല്യങ്ങളെ പറ്റി നമ്മൾ പഠിക്കുന്നില്ല, നമ്മുടെ സംസ്കാരങ്ങളെ പറ്റി പഠിക്കുന്നില്ല, ഈശ്വരനെ കുറിച്ച് നമ്മളവിടെ പഠിക്കുന്നില്ല. അപ്പൊ ഇതൊക്കെ ഒരു സമാന്തര വിദ്യാഭ്യാസത്തിലൂടെയാണ് സാധിക്കുക. ഇപ്പൊ പഴയ കാലങ്ങളിൽ ഗുരുകുല സമ്പ്രദായം ഉണ്ടായിരുന്നു. ഒരു കുഞ്ഞ് ജനിച്ച് അവനൊരു 5 വയസ്സ് 6 വയസ്സാകുമ്പോൾ അച്ഛനും അമ്മയും കൂടി ഗുരുവിന്റെ സന്നിധിയിലേക്ക് ആ കുഞ്ഞിനെ കൊണ്ടുപോകുകയാണ്. പിന്നീടുള്ള അവന്റെ ഒരു 25 വർഷക്കാലം ചുരുങ്ങിയത് ആ ഗുരുവിനൊപ്പമാണ് അവൻ ജീവിക്കുക. ഗുരുവാണ് അവന്റെ അച്ഛൻ, ഗുരു പത്നിയാണ് അവന്റെ അമ്മ. ഗുരു സന്യാസിയാവണമെന്നില്ല, ഗുരു ഗൃഹസ്ഥാശ്രമിയായിരിക്കാം. അദ്ദേഹത്തിന് മക്കളുണ്ടാവാം, ഭാര്യ ഉണ്ടാവാം. മക്കളുണ്ടാകുന്നതോ ഭാര്യ ഉണ്ടാകുന്നതോ ഒരിക്കലും ആധ്യാത്മികതയ്ക്ക് തടസ്സമല്ല. നമ്മൾ പഴയകാല നമ്മളുടെ വേദ ഉപനിഷത്തുകളിലേക്ക്, നമ്മളുടെ ശാസ്ത്രങ്ങളിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പല ഋഷികളും വിവാഹിതരായിരുന്നു എന്ന് കാണാൻ കഴിയും. അവർക്ക് ഭാര്യ ഉണ്ടായിരുന്നു, മക്കളുണ്ടാകുന്നു. ആധ്യാത്മികതയ്ക്ക് നമ്മളുടെ ലൗകിക ജീവിതം ഒരിക്കലും ഒരു തടസ്സമാകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഇതിഹാസ പുരാണങ്ങൾ പഠിക്കുമ്പോൾ, നമ്മളുടെ സംസ്കാരം പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. മറിച്ച് എന്ത് വേണം, നമ്മളുടെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും നിഷ്ഠയും ഉണ്ടാകണം. അപ്പോൾ ഒരു കുഞ്ഞിന്റെ 3 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള സമയം വളരെ പ്രാധാന്യമുള്ളതാണെന്ന് നമ്മൾ പറഞ്ഞു. പഴയ കാലങ്ങളിൽ ഒരു 5 വയസ്സിൽ ആ ഗുരുവിന്റെ അടുത്തേക്ക് ഈ കുഞ്ഞിനെ കൊണ്ടുചെന്ന് കഴിഞ്ഞാൽ ഗുരുവിന്റെ ആശ്രമത്തിലാണ് പിന്നീടുള്ളവന്റെ വിവിധ വർഷങ്ങൾ. അവിടെ ഗുരുവുണ്ട്, ഗുരുപത്നിയുണ്ട്. ഗുരു ഗൃഹസ്ഥനാണെങ്കിൽ അദ്ദേഹത്തിന് മക്കളുമൊക്കെ ഉണ്ടായിരിക്കും. അവർക്കൊപ്പം ഒരേ കുടുംബം പോലെയാണ് അവർ ജീവിക്കുക. അവിടെ രാജാവും രാജാവിന്റെ മക്കളും സമൂഹത്തിലെ പാവപ്പെട്ടവന്റെ മക്കളും ഒക്കെ ഒരേ ഗുരുവിന്റെ കീഴിലാണ് പഠിച്ചത്. ശ്രീകൃഷ്ണനും കുചേലനും പഠിച്ചത് ഒരേ ഗുരുവിന്റെ കീഴിലാണെന്ന് നമ്മൾ ആലോചിക്കണം. ഒരു വേർതിരിവും അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ എല്ലാ വിദ്യകളും അവർ പഠിക്കും. പരാവിദ്യയും അപരാവിദ്യയും പഠിക്കും. പരാവിദ്യ എന്നാൽ ജ്ഞാനം, അപരാവിദ്യ എന്നാൽ വിജ്ഞാനമാണ്. അപ്പൊ സമ്പൂർണനായ ഒരു വ്യക്തിയായിട്ടാണ് അവന്റെ സമാവർത്ത സമയത്ത് ഒരു 25 വർഷമാകുമ്പോൾ അവന്റെ ആ ബ്രഹ്മചര്യ കാലഘട്ടം കഴിയുന്നു. ഈ വിദ്യാർത്ഥി കാലഘട്ടത്തെയാണ് യഥാർത്ഥത്തിൽ ബ്രഹ്മചര്യ കാലഘട്ടം എന്ന് പറയുന്നത്. നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ ചതുരാശ്രമ ധർമ്മങ്ങളെ നമുക്ക് കാണാൻ കഴിയും. എന്താണ് ഈ ചതുരാശ്രമ ധർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ? ഒരു മനുഷ്യന്റെ ജീവിതത്തെ 4 ഘട്ടങ്ങളായിട്ട് തിരിക്കുന്നു. അതിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു 5 വയസ്സ് മുതൽ ഒരു 25 വയസ്സ് വരെയുള്ള ഒരു സമയം അവന്റെ പഠന കാലയളവാണ്. ഗുരുകുലത്തിൽ പോയി പഠിക്കുന്നു. അതിനെ ബ്രഹ്മചര്യ കാലഘട്ടം അല്ലെങ്കിൽ വിദ്യാർത്ഥി കാലഘട്ടം എന്ന് പറയുന്നു. അവിടെ ഈശ്വരനെ പറ്റിയുള്ള അറിവ് നേടുന്നു, പരാവിദ്യ അവൻ നേടുന്നു, ജ്ഞാനം നേടുന്നു. അപരാവിദ്യയും വിജ്ഞാനങ്ങളും അവനോട് പഠിക്കുന്നു. അങ്ങനെ 25 വയസ്സിൽ തന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി തന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതാണ് ഗാർഹസ്ഥ്യം. ബ്രഹ്മചര്യ കാലഘട്ടം കഴിഞ്ഞാൽ, വിദ്യാർത്ഥി കാലഘട്ടം കഴിഞ്ഞാൽ ഗാർഹസ്ഥ്യത്തിലേക്ക് കിടക്കുന്നു. അവൻ വിവാഹിതനാകുന്നു, മക്കളുണ്ടാകുന്നു, കുടുംബമുണ്ടാകുന്നു. അവൻ ഇഷ്ടപ്പെട്ട ഒരു ജോലി തിരഞ്ഞെടുത്തുകൊണ്ട് അവൻ തന്റെ ജീവിതം മുന്നോട്ട് നയിക്കുന്നു. അതോടൊപ്പം തന്നെ അവൻ എന്ത് ചെയ്യും? ആധ്യാത്മിക സാധനകൾ ചെയ്യും. ബ്രഹ്മചാരി ആയിരുന്ന കാലഘട്ടത്തിലും അവൻ ആധ്യാത്മിക സാധനകൾ ചെയ്തിരുന്നു.
ഗൃഹസ്ഥാശ്രമി ആയിരുന്ന കാലഘട്ടത്തിലും അവൻ ആധ്യാത്മിക സാധനകൾ ചെയ്തിരുന്നു. അങ്ങനെ ഒരു 50-55 വയസ്സാകുമ്പോൾ കുഞ്ഞുങ്ങളെല്ലാം വളർന്ന് സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തിയാകുമ്പോൾ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ വിവാഹം കഴിച്ച് മറ്റൊരാളെ ഏൽപ്പിച്ച്, ആൺമക്കളുണ്ടെങ്കിൽ അവരെല്ലാം കുടുംബഭാരം ഏൽപ്പിച്ച് അയാൾ വാനപ്രസ്ഥയാകും. കൂടുതൽ സമൂഹ സേവനത്തിനായിട്ട് അയാൾ പോകുകയാണ്. പണ്ടുകാലങ്ങളിൽ ഭർത്താവിനൊപ്പം ഭാര്യയും വാനപ്രസ്ഥത്തിലേക്ക് പോകും. പിന്നീട് അവർ സന്യാസത്തിലേക്കും പോകുമായിരുന്നൊരു ഘട്ടമുണ്ട്. അപ്പോൾ വാനപ്രസ്ഥം ആശ്രമം കഴിഞ്ഞ് പിന്നീട് അവർ പൂർണ്ണമായും ഈശ്വരന് വേണ്ടി തന്റെ ജീവിതത്തെ പൂർണ്ണമാക്കുന്നു, സംന്യസിക്കുന്നു. എല്ലാ ഭൗതിക വസ്തുക്കളെയും ഉപേക്ഷിച്ചുകൊണ്ട് ഈശ്വരന് വേണ്ടി മാത്രം പോകുന്നു. അപ്പൊ ഈ ഒരു ചതുരാശ്രമ ധർമ്മങ്ങൾ, ഈ ഒരു സംസ്കാരം ഭാരതത്തിലുണ്ടായിരുന്നു. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ഇതിലൂടെയാണ് ശ്രേഷ്ഠരായിട്ടുള്ള ധാർമ്മികരായിട്ടുള്ള പുരുഷന്മാർ, ധാർമ്മികരായിട്ടുള്ള സജ്ജനങ്ങൾ നമ്മളുടെ ഈ ഭാരതത്തിൽ ഉയർന്നു വന്നത്. ഭാരതം ശ്രേഷ്ഠ ഭാരതമാവാൻ, ഭാരതം മഹാഗുരുക്കന്മാരുടെ ഭാരതമാവാനുള്ള കാരണം ഈ ചതുരാശ്രമ ധർമ്മങ്ങളാണ്. അതിന്റെ അടിസ്ഥാന ശില എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ഗുരുകുലങ്ങളും അവിടെയുള്ള പഠനങ്ങളുമായിരുന്നു. ഇന്നത്തെ പോലെ കേവലം ബയോളജിയോ കെമിസ്ട്രിയോ ഹിസ്റ്ററിയോ മാത്രമല്ല അവിടെ പഠിച്ചിരുന്നത്. പണ്ടത്തെ വിദ്യാഭ്യാസം തന്നെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമായിരുന്നു. മാത്രമല്ല ആ വിദ്യാഭ്യാസത്തിനൊപ്പം തന്നെ അവൻ ആധ്യാത്മികതയും ശീലിച്ചിരുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആധ്യാത്മികതയും ഭൗതികതയും രണ്ടല്ല, ഒരു നാണയത്തിന്റെ ഇരുപുറങ്ങൾ എന്നതുപോലെ നമ്മളുടെ ജീവിതത്തിന് അവശ്യം വേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. പലരും ഇന്ന് ആധ്യാത്മികതയെ പറ്റി വിചാരിക്കുന്നത് ഒരു 10, 50, 60 വയസ്സ് കഴിഞ്ഞ് മരിക്കാൻ പോകുന്ന സമയത്താണ് നമ്മൾ ആധ്യാത്മികതയിലേക്ക് പോകേണ്ടത് അല്ലെങ്കിൽ ധ്യാനത്തിലേക്ക് പോകേണ്ടത് എന്നാണ് അവരുടെ തെറ്റിദ്ധാരണ. ഒരിക്കലുമല്ല. നമ്മളുടെ ചെറുപ്പം മുതൽ, ഒരു കുഞ്ഞ് ജനിച്ച് അവൻ അറിവ് വയ്ക്കുന്ന കാലഘട്ടം മുതൽ തന്നെ നമ്മൾ ഈ ആധ്യാത്മികതയെ കൊടുക്കണം, ഈശ്വര വിശ്വാസത്തെ കൊടുക്കണം. മാതാപിതാക്കൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല. ഒരു കുഞ്ഞിന്റെ 3 വയസ്സിനിടയിലും 12 വയസ്സിനിടയിലും എന്താണോ നിങ്ങൾ അവരുടെ ബ്രെയിനിലേക്ക് കൊടുക്കുന്നത്, അവരുടെ മൈൻഡിലേക്ക് കൊടുക്കുന്നത്, അതായിരിക്കും പിന്നീടുള്ള അവരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത്. ആധ്യാത്മികത നൽകേണ്ടത് അല്ലെ, പണ്ടുകാലത്ത് അമ്മ കുഞ്ഞിനെ തന്റെ മാറോട് ചേർത്തുകൊണ്ട് പാട്ടുകൾ പാടും കുഞ്ഞിനെ ഉറക്കാൻ സമയത്ത്. ആ സമയത്ത് അമ്മ, പഴയകാല അമ്മമാർ ചൊല്ലിയിരുന്നത് പല കീർത്തനങ്ങളുമായിരുന്നു എന്നുള്ളതാണ്. കുഞ്ഞ് ഗർഭത്തിൽ കിടക്കുന്ന സമയം മുതൽ തന്നെ അമ്മ ചിന്തിച്ചിരുന്നതും അല്ലെങ്കിൽ അമ്മ പഠിച്ചിരുന്നതും വായിച്ചിരുന്നതും കണ്ടിരുന്നതും ഒക്കെ ആധ്യാത്മിക വിഷയങ്ങളായിരുന്നു. അപ്പോൾ നമ്മളിന്ന് സയൻസ് വരെ തെളിയിച്ചിട്ടുണ്ട് ഒരു അമ്മയുടെ ചിന്താഗതികൾ. ഒരു ഗർഭവതിയായിരിക്കുന്ന അമ്മ എന്ത് ചിന്തിക്കുന്നു, എന്ത് ആഹരിക്കുന്നു, എന്താണോ അവർ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുന്നത്, കണ്ണിലൂടെ കാണുന്നത്, ചെവിയിലൂടെ കേൾക്കുന്നത്, നാവിലൂടെ രുചിക്കുന്നത്, മണക്കുന്നത്, സ്പർശിക്കുന്നത്, അത് വയറ്റിലുള്ള കുഞ്ഞിനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നല്ല തലമുറ സൃഷ്ടിക്കപ്പെടണമെങ്കിൽ ഒരമ്മ ആ ഗർഭവതിയായിരിക്കുന്ന സമയങ്ങളിൽ പോലും ഈ ആധ്യാത്മിക ചിന്തയുള്ളവരാണ്. അതാണ് നമ്മുടെ പഴയകാല പൂർവികരായിട്ടുള്ള നമ്മളുടെ ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഗർഭവതിയായ ഒരമ്മയെ നല്ല കാര്യങ്ങൾ കേൾപ്പിക്കണം, ആധ്യാത്മിക പുസ്തകങ്ങൾ വായിക്കണം, കീർത്തനങ്ങൾ വായിക്കണം. കാരണം ഇപ്പോൾ എന്തൊക്കെയാണോ ചിന്തിക്കുന്നത് അതെല്ലാം ആ കുഞ്ഞിനെ സ്വാധീനിക്കും എന്നുള്ളതാണ്. അപ്പോൾ മഹത്തായിട്ടുള്ളൊരു തലമുറയെ സൃഷ്ടിക്കണമെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ചെറുപ്പം മുതൽ തന്നെ അമ്മിഞ്ഞപ്പാലിനൊപ്പം തന്നെ ആധ്യാത്മിക ചിന്ത കൊടുക്കണം. അതിന് അമ്മ നല്ല കീർത്തനങ്ങൾ, നാമങ്ങൾ ജപിക്കുകയും ആധ്യാത്മിക വിഷയങ്ങളെ പറ്റി പഠിക്കുകയും ചിന്തിക്കുകയും വേണം. 3-നും 12 വയസ്സിനും ഇടയ്ക്ക് കുഞ്ഞുങ്ങൾക്ക് ഈ ആധ്യാത്മികതയെ പറ്റിയുള്ള, ക്ഷേത്രവിശ്വാസത്തെ പറ്റിയുള്ള നാമജപങ്ങൾ, കീർത്തനങ്ങൾ ഇത് കൊടുത്തു നോക്കൂ. വരുന്ന തലമുറ ഏറ്റവും ശ്രേയസ്കരമാകും. നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് നമുക്കിതിന്ന് കൊടുക്കാൻ സാധിക്കുന്നില്ല. ആധ്യാത്മികതയെ വളർന്നു വരുന്ന തലമുറയ്ക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല. യോഗ എന്തിനാണ്? യോഗ എന്തിനാണ് എന്നുള്ളതാണ് ചോദ്യം. യോഗ നമ്മളുടെ ജീവിതത്തെ ശാന്തസുന്ദരമാക്കുന്നു, ആരോഗ്യകരമാക്കുന്നു. ജീവിതത്തെ ശാന്തസുന്ദരമാക്കുന്ന, ആരോഗ്യകരമാക്കുന്ന ഒരു വിദ്യയാണ് യോഗ. ഇപ്പൊ നമ്മളെല്ലാവരും നമ്മളുടെ ജീവിതത്തിൽ അന്വേഷിക്കുന്നത്, കാംക്ഷിക്കുന്നത് ഈ കാര്യങ്ങളാണ്. ആരോഗ്യമുണ്ടാവണം, ഐശ്വര്യമുണ്ടാവണം, ഒരു അസുഖവും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയണം. അതായത് യോഗയുടെ ഭാഷയിൽ ഒരു മനുഷ്യനെ 4 ഘടകങ്ങളുള്ള ഒന്നായിട്ടാണ് കരുതുന്നത്. അതായത് ഒരു മനുഷ്യന് ശരീരമുണ്ട്, മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്, ആത്മാവുണ്ട്. ഈ 4 ഘടകങ്ങളുടെ സംയോജിത രൂപമാണ് മനുഷ്യൻ. ഇതാണ് യോഗ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളെല്ലാം ഈ തലത്തിലുമാണ്. ശാരീരികമായിട്ടുള്ള രോഗങ്ങൾ, അത് പൊതുവെ 2 തരത്തിൽ നമ്മൾ പറയാറുണ്ട്. ഒന്ന് പാരമ്പര്യമായി ഉണ്ടാകുന്ന രോഗങ്ങളുണ്ട്,
മറ്റൊന്ന് ജീവിതശൈലി രോഗങ്ങളുണ്ട്. മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇന്ന് ഏറ്റവും അധികം മനുഷ്യൻ നേരിടുന്ന പ്രശ്നം മാനസിക പ്രശ്നങ്ങളാണ്. അതിന് തന്നെ ഒരു വിഭാഗം തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്, മനോജന്യ ശാരീരിക രോഗങ്ങൾ എന്ന് പറയും. അതായത് സൈക്കോസോമാറ്റിക് ഡിസോർഡേഴ്സ് എന്നോ ഡിസീസ് എന്നോ ഒക്കെ നമുക്ക് പറയാം. അപ്പം മനസ്സ് ശാന്തമാകാത്തത് കൊണ്ട്, മനസ്സ് പലപ്പോഴും സംഘർഷഭരിതമാകുന്നത് കൊണ്ട് മനസ്സുകൊണ്ട് സൃഷ്ടിക്കപ്പെടുന്ന രോഗങ്ങൾ, പ്രശ്നങ്ങൾ. അപ്പോൾ ശരീരതലത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്നു, മാനസിക തലത്തിൽ നമ്മൾ പ്രശ്നങ്ങൾ നേരിടുന്നു. മറ്റൊന്ന് ബൗദ്ധിക തലമാണ്, ബുദ്ധിയാണ്. എന്താണ് ബുദ്ധി എന്ന് പറഞ്ഞാൽ? വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ ശരിയായ തീരുമാനമെടുക്കുവാനുള്ള ആ ഒരു ബോധം, അതിനെ നമുക്ക് ബുദ്ധി എന്ന് പറയാം. ബുദ്ധിയെ തന്നെ ഋഷികൾ രണ്ട് രീതിയിൽ പറയാറുണ്ട്. സാമാന്യ ബുദ്ധി, അതൊരു തലമാണ്. മറ്റൊന്ന് അസാമാന്യ ബുദ്ധി. സാമാന്യ ബുദ്ധി ഈ ഇന്ദ്രിയപരമായി ലോകവുമായി ബന്ധപ്പെട്ടതാണ്. എങ്ങനെ ജീവിക്കണം, നമ്മളുടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ ഏത് രീതിയിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം. അതായത് ബുദ്ധിക്ക് തന്നെ പല ലെവലുകളുണ്ടെന്ന് ഋഷികൾ പറയും. നമ്മളൊരു കാര്യം ആദ്യമായിട്ട് കേൾക്കുമ്പോൾ അത് ഗ്രഹണമാണ്, ഗ്രഹണശക്തി എന്ന് പറയും. രണ്ടാമത് ആ കാര്യത്തെ നമ്മൾ ഓർത്തെടുക്കുകയാണ്, അത് ഓർമ്മശക്തിയാണ്, ബുദ്ധിയുടെ ഓരോ തലങ്ങളാണ്. മറ്റൊന്ന് നമ്മൾ കണ്ട അല്ലെങ്കിൽ കേട്ട പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് അറിവ് നമ്മൾ സ്വീകരിക്കുക. നമുക്ക് 5 ഇന്ദ്രിയങ്ങളാണുള്ളത്. കണ്ണ് കാഴ്ചയെ നൽകുന്നു, ചെവി കേൾവിയെ നൽകുന്നു, മൂക്ക് നമുക്ക് ഗന്ധത്തെ നൽകുന്നു, നാവ് രുചിയെ നൽകുന്നു, ത്വക്ക് സ്പർശനത്തെ നൽകുന്നു. ഇതിലൂടെയാണ് നമ്മൾ ഈ ലോകത്തെ കാണുന്നതും അറിവ് സ്വീകരിക്കുന്നതും. അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ആർജിച്ച അറിവുകളാണ് നമ്മളുടെ മനസ്സിൽ വരുന്നതും പിന്നീട് ബുദ്ധി അതിനെ വിചിന്തനം ചെയ്ത് നമുക്കത് അറിവായിട്ട് നൽകുന്നതും അതാണ്. അപ്പൊ കണ്ടും കേട്ടും മണത്തും രുചിച്ചും സ്പർശിച്ചുമാണ് നമ്മൾ അറിവ് നേടുന്നത്. ഒരു മുല്ലപ്പൂവിന്റെ മണം നമുക്ക് സ്പർശിച്ചറിയാൻ കഴിയില്ല, കണ്ടറിയാൻ കഴിയില്ല. ആ ഇന്ദ്രിയ തലത്തിൽ നിന്ന് മൂക്കുകൊണ്ട് മണത്താണ് അറിയാൻ കഴിയുക. അമ്പലപ്പുഴ പാൽപ്പായസത്തിന്റെ രുചി കണ്ടോ സ്പർശിച്ചോ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല, അത് രുചിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മനോഹരമായൊരു ദൃശ്യം എന്ന് പറയുന്നത്, നയനാനന്ദകരമായിട്ടുള്ളൊരു ദൃശ്യത്തെ നമ്മൾ കാണുകയാണ് ചെയ്യുക. യേശുദാസിന്റെ അതിമനോഹരമായൊരു പാട്ടിനെ നമ്മൾ കേട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അറിവിന്റെ തലമാണിത്. പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് മനുഷ്യൻ അറിവിനെ സ്വീകരിക്കുന്നത്. ആ അറിവിനെ അനലൈസ് ചെയ്യുന്ന തലം നമ്മളുടെ മനസ്സിന്റെ ബോധത്തിന്റെ തലമാണ്. മനസ്സും ബുദ്ധിയും കൂടി ചേരുമ്പോൾ അതിനെ ചിത്തമെന്ന് യോഗിമാർ പറയുന്നുണ്ട്. അപ്പൊ ബുദ്ധിക്ക് ഈ പല തലങ്ങളിലുള്ള കഴിവുകളുണ്ട്. ഒന്ന്, ഒരു കാര്യത്തെ കേൾക്കുന്നത്, ഗ്രഹണശക്തി. രണ്ടതിനെ ഓർത്തെടുക്കാനുള്ള ബുദ്ധിയുടെ തലം, ഓർമ്മശക്തി. കണ്ട് കേട്ട് പഠിച്ച് അറിഞ്ഞ കാര്യങ്ങളെ അപഗ്രഥിക്കുവാനുള്ള ബുദ്ധിയുടെ തലം, അപഗ്രഥന ശേഷി എന്നറിയപ്പെടുന്നു. അങ്ങനെ അപഗ്രഥിച്ച കാര്യങ്ങളിൽ നിന്നും തീരുമാനമെടുക്കാനുള്ള ബുദ്ധിയുടെ കഴിവ്, നിർണയശക്തി എന്നറിയപ്പെടുന്നു. ഇത്തരത്തിൽ തീരുമാനമെടുത്ത കാര്യങ്ങളെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുവാനുള്ള ബുദ്ധിയുടെ തലം, ആശയ സംവേദന ശക്തി എന്നതറിയപ്പെടുന്നു. കണ്ട് കേട്ട് പഠിച്ച് മനസ്സിലാക്കി ഓർത്തെടുത്ത് അപഗ്രഥിച്ച് നിർണയിച്ച് ആശയ സംവേദനം ചെയ്ത കാര്യത്തെ ആവിഷ്കരിക്കാനുള്ള ബുദ്ധിയുടെ ശേഷി, ആവിഷ്കരണ ശേഷി എന്നറിയപ്പെടുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാകും. അപ്പൊ നമ്മളൊരു സിനിമയുടെ തിരക്കഥ രചിക്കുന്ന സമയത്ത് ഒരു കഥാകൃത്ത് ഒരുപക്ഷെ അത് എഴുതിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ അദ്ദേഹം തന്നെ തിരക്കഥാകൃത്തായിട്ട് വരും. അപ്പൊ ആദ്യം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായ കേവലമായൊരു ആശയമായിരുന്നു സിനിമ. ഏതെങ്കിലും ഒരു സിനിമയുടെ പേര് നമ്മൾ ഓർക്കുക. അപ്പൊ കേവലം അത് ആശയതലത്തിലായിരുന്നു. അദ്ദേഹം അതിനെപ്പറ്റി നിരന്തരമായി ചിന്തിക്കുകയും അതിനൊരു പേപ്പറിലേക്ക് എഴുതുകയും ചെയ്തു. അപ്പൊ തന്റെ മനസ്സിലുണ്ടായ ആശയം അവിടെ സംവേദിക്കപ്പെടുകയാണ്, അല്ലെ? അത് പേപ്പറിലേക്ക് ഒരു കഥയായി രൂപപ്പെടുന്നു. ഈ പേപ്പറിൽ രൂപപ്പെട്ട കഥയെ സിനിമയാക്കുകയാണ്, അത് ആവിഷ്കരിക്കപ്പെടുകയാണ്. അപ്പൊ ഇതെല്ലാം ആരംഭിക്കുന്നത് മനസ്സിന്റെ അല്ലെങ്കിൽ ബോധത്തിന്റെ, ബുദ്ധിയുടെ ഒരു തലത്തിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോ ബുദ്ധിയുടെ ഈ തലങ്ങളെ നമുക്ക് വികസിപ്പിക്കാൻ കഴിയണം. നമ്മൾ ഈ പറയുന്ന ഗ്രഹണശക്തി, ഓർമ്മശക്തി, അതുപോലെ അപഗ്രഥന ശക്തി, നിർണയശക്തി, ആശയ സംവേദന ശക്തി, അതുപോലെ തന്നെ ആവിഷ്കാര ശക്തി. മറ്റൊന്നാണ് സാഹിത്യാദി കലകളെല്ലാം മനസ്സിലാക്കുവാനുള്ള ബുദ്ധിയുടെ ഒരു തലം, സൗന്ദര്യാസ്വാദന ശക്തി അല്ലെങ്കിൽ ലാവണ്യാസ്വാദന ശക്തി എന്ന് ഋഷികൾ പറയും. കണ്ട് കേട്ട് പഠിച്ചറിഞ്ഞ കാര്യങ്ങളിൽ നിന്ന് പുതിയ ഒന്നിനെ സൃഷ്ടിക്കുവാനുള്ള ബുദ്ധിയുടെ തലം, ഗവേഷണ ശക്തി എന്നാണ് അറിയപ്പെടുക. അപ്പൊ നോക്കൂ, നമ്മളുടെ ഈ ബുദ്ധി എന്ന് നമ്മൾ ഈ പറയുന്ന സാമാന്യ ബുദ്ധിക്ക് തന്നെ അനേക തലങ്ങൾ ഋഷികൾ പറയുന്നു. ഈ തലങ്ങളെല്ലാം വികസിക്കുമ്പോഴാണ് ഒരു മനുഷ്യന്റെ ബുദ്ധിശക്തി വികസിപ്പിക്കാൻ സാധിക്കുക. ഇതെങ്ങനെയാണ് വികസിപ്പിക്കാൻ സാധിക്കുന്നത്? അതിന് യോഗയിൽ വിവിധങ്ങളായിട്ടുള്ള മെത്തേഡുകൾ പറയുന്നുണ്ട്. ഇതുപോലെ തന്നെ ബുദ്ധിക്ക് മറ്റൊരു തലമുണ്ട്, ഇന്ദ്രിയാതീതമായ തലം, സിക്സ്ത് സെൻസ്.
5 ഇന്ദ്രിയങ്ങൾക്കപ്പുറമായി 6ാം ഇന്ദ്രിയത്തിന്റെ ഉണർച്ച. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ആര്യഭട്ടീയം എന്ന് വിളിക്കുന്ന അതിപ്രശസ്തമായൊരു ഗ്രന്ഥമുണ്ട്. ആര്യഭട്ടൻ എന്ന പേരായ ഋഷിയും അതേപോലെ തന്നെ സയന്റിസ്റ്റുമായ നമ്മളുടെ പൗരാണികനായ ഒരു മഹായോഗി എഴുതിയതാണ് ആര്യഭട്ടീയം. നമ്മൾ ആദ്യമായി അയച്ച കൃത്രിമ ഉപഗ്രഹത്തിന് നമ്മളിട്ട പേര് ആര്യഭട്ട എന്നായിരുന്നു. ആര്യഭട്ടനോടുള്ള ബഹുമാനാർത്ഥമാണ് നമ്മളുടെ ശാസ്ത്രലോകം ആര്യഭട്ട എന്നതിന് പേര് നൽകിയത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇന്ന് ഹബിൾ പോലെയുള്ള ടെലസ്കോപ്പുകൾ ഉപയോഗിച്ചാണ് നമ്മൾ വാനനിരീക്ഷണം നടത്തുന്നത്. മനുഷ്യന്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാത്ത അനേക പ്രകാശവർഷങ്ങൾക്ക് അകലെയുള്ള പല തലങ്ങളെ നിരീക്ഷിക്കാനായി നമ്മളെ ടെലസ്കോപ്പുകളും മറ്റ് കൃത്രിമമായ ഉപഗ്രഹങ്ങളും മാർഗങ്ങളും ഉപയോഗിക്കുന്നു. 1000-ലധികം വർഷങ്ങൾക്കപ്പുറമായി ആര്യഭട്ടൻ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിൽ ഒരു ടെലസ്കോപ്പും ഉണ്ടായിരുന്നില്ല. ഇന്നും ശാസ്ത്രലോകം അത്ഭുതപ്പെടുന്നത് എന്തുപയോഗിച്ചാണ് ആര്യഭട്ടൻ നക്ഷത്ര സമൂഹങ്ങളെ പറ്റി പറഞ്ഞത്, ഭൂമിയുടെ കറക്കത്തെ പറ്റി പറഞ്ഞത്, സൂര്യനെ പറ്റി പറഞ്ഞത്. അന്ന് ആര്യഭട്ടൻ എഴുതി വെച്ച ആര്യഭട്ടീയത്തിലെ ഓരോ ശ്ലോകങ്ങളും ഇന്നത്തെ അത്യന്താധുനിക സയൻസിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുമ്പോൾ അതെല്ലാം കറക്റ്റാണ്. ഒരു ഹബിൾ ടെലസ്കോപ്പും ആര്യഭട്ടൻ ഉപയോഗിച്ചിരുന്നില്ല. അദ്ദേഹം ഉപയോഗിച്ചത് തന്റെ 6ാം ഇന്ദ്രിയം അല്ലെങ്കിൽ 6th സെൻസ് എന്ന് പറയുന്ന ഒരു തലമാണ് അദ്ദേഹം വികസിപ്പിച്ചത്. ഇതാർക്കും വികസിപ്പിക്കാൻ കഴിയും. ഡീപ്പായ മെഡിറ്റേഷനിലൂടെ, കൃത്യമായ യോഗ അനുഷ്ഠാന ക്രിയയിലൂടെ ഈ 6ാം തലത്തെ, 6ാം ഇന്ദ്രിയത്തെ നമുക്ക് ഉണർത്താൻ കഴിയും. അത് ഉണരുമ്പോഴാണ് നമ്മളുടെ ബുദ്ധി പൂർണ്ണമാകുക. അപ്പൊ സാമാന്യ ബുദ്ധിയുമുണ്ട്, അസാമാന്യ ബുദ്ധി അല്ലെങ്കിൽ ഇന്ദ്രിയാതീതമായ ബുദ്ധി നമുക്കുണ്ടെന്ന് പറയും. ഇതൊരു മനുഷ്യന്റെ ഘടകമാണ്. അപ്പൊ ശരീരമുണ്ട്, മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്. അയാളുടെ 4ാം തലമാണ് ആത്മാവ് എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിലെ ഡിവൈൻ പവറാണ് ആത്മാവ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മളിപ്പോ ജീവിക്കുന്നു എന്ന് പറയുന്നത് എന്താണ്? അനുനിമിഷം നമ്മുടെ ഉള്ളിൽ അനേകം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. നമ്മളുടെ കണ്ണ് കാഴ്ചയെ നൽകുന്നു, ചെവി കേൾവിയെ നൽകുന്നു, നമ്മുടെ ഹൃദയം പ്രവർത്തിക്കുന്നു, ആർട്ടറീസ് പ്രവർത്തിക്കുന്നു, വെയിൻസ് പ്രവർത്തിക്കുന്നു, ഗ്ലാൻസ് പ്രവർത്തിക്കുന്നു, കരൾ പ്രവർത്തിക്കുന്നു, വൃക്കകൾ പ്രവർത്തിക്കുന്നു. ഇതെല്ലാം ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ ജീവൻ നിലനിൽക്കുന്നത്, നമ്മൾ ആരോഗ്യവാനായിട്ടിരിക്കുന്നത്. ഇതെന്റെ ശരീരമാണെന്ന് ഞാൻ പറയുമ്പോഴും ഇതിന്റെ ഉള്ളിൽ അനുനിമിഷം നടക്കുന്ന കോടാനുകോടി ജൈവരാസ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ 90% എന്റെ കൺട്രോളിലല്ല, ഞാൻ അറിയുന്നില്ല. ആരാണിതിനെ നിയന്ത്രിക്കുന്നത്? ആരാണ് നിങ്ങളുടെ ഹൃദയത്തെ സ്പന്ദിപ്പിക്കുന്നത്? ആരാണ് നിങ്ങളുടെ കരളിനെ പ്രവർത്തിപ്പിക്കുന്നത്, വൃക്കകളെ പ്രവർത്തിപ്പിക്കുന്നത്? നിങ്ങളുടെ ഉള്ളിലെ രക്തചംക്രമണ വ്യവസ്ഥയെ ആരാണ് നിയന്ത്രിക്കുന്നത്? നിങ്ങൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഓക്സിജൻ മാത്രമല്ല എടുക്കുന്നത്, കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജനും നൈട്രജനും ഹീലിയവും പൊടിപടലങ്ങളും എല്ലാം നിങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. അതിൽ നിന്ന് നിങ്ങളുടെ ശ്വാസകോശം നിങ്ങൾക്ക് ആവശ്യമായ ഓക്സിജനെ മാത്രം എടുക്കുന്നു. ആ ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു പവർ ശ്വാസകോശത്തിന് ആരാണ് നൽകിയത്? ആലോചിച്ചു നോക്കുക. നമ്മൾ ആഹാരം കഴിക്കുന്നു, ആഹാരം ഉരുട്ടി ഉരുളയാക്കി നാവിൽ വെക്കുന്നു, നമ്മളത് വിഴുങ്ങുന്നു. നിങ്ങളുടെ ആഹാരം ദഹനേന്ദ്രിയത്തിലേക്ക് ചെല്ലുമ്പോൾ, ആമാശയത്തിലേക്ക് ചെല്ലുമ്പോൾ ആമാശയത്തിന് അറിയാം വരുന്ന ആഹാരത്തിന്റെ അതിന്റെ അളവ് എത്രയാണ്, ഏത് ആഹാരമാണ് വരുന്നത്. അതിനെ ദഹിപ്പിക്കാൻ തക്ക രീതിയിലുള്ള ദഹനരസം നമ്മളെ ആമാശയം ഉൽപ്പാദിപ്പിക്കുന്നു. ആരാണ് ആമാശയത്തിന് ഈ ബോധം കൊടുത്തത്, ഈ ബുദ്ധി കൊടുത്തത്? ആഹാരത്തെ ദഹിപ്പിക്കുന്നു, നമ്മൾ അതിൽ നിന്ന് പോഷകങ്ങളെ ശരീരം സ്വീകരിക്കുന്നു, വിസർജ്യത്തെ വൻകുടലിലൂടെ പുറത്തേക്ക് തള്ളാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. എത്ര കൃത്യമായിട്ടാണ് ഓരോ നിമിഷവും നിങ്ങളുടെ ശരീരം പ്രവർത്തിക്കുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കുക. 5 വയസ്സിലിരുന്നത് പോലെയല്ല നിങ്ങൾ 50-ാം വയസ്സിലിരിക്കുന്നത്. അല്ല, എത്രയെത്ര മാറ്റങ്ങൾ നിങ്ങളുടെ ആന്തരിക ശരീരത്തിൽ, ബാഹ്യ ശരീരത്തിൽ ഉണ്ടായി. ആരാണ് ഇതിനെല്ലാം കൺട്രോൾ ചെയ്തത്? അതിനെ ഋഷികൾ വിളിക്കുന്ന പേര് ഈശ്വരൻ എന്നാണ്. ഈ ഈശിനെ, ഈ വിശ്വത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ശക്തി അത് എന്നിലുമുണ്ട്, നിന്നിലുമുണ്ട്. പൂവിലും പുഴുവിലും, എന്നിലും നിന്നിലും, തൂണിലും തുരുമ്പിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ആ ദൈവീക ശക്തിയുടെ അനുഗ്രഹം കൊണ്ടാണ് ഓരോ നിമിഷവും നമ്മൾ ജീവിക്കുന്നത്. ഒരു നിരീശ്വരവാദിയാണെങ്കിൽ പോലും അയാൾ ഈശ്വരൻ ഇല്ല എന്ന് പറയാൻ അയാൾക്ക് നാവ് ചലിപ്പിക്കാനുള്ള പ്രാണ ഊർജം നൽകിയത് ആ ഡിവൈൻ പവറാണ്. അപ്പൊ നമ്മുടെ ഉള്ളിലെ ആത്മാവ് അല്ലെങ്കിൽ ആത്മശക്തി എന്ന് പറയുന്നത് അതാണ്. സർവ്വതിലും നിറഞ്ഞു നിൽക്കുന്ന, നമ്മൾ കേട്ടിട്ടുണ്ട്, അണോരണീയാൻ മഹതോ മഹീയാൻ ആത്മാ ഗുഹായാം നിഹിതോസ്യ ജന്തു. അണുവിലും പരമാണുവിലും വലുതിലും അതിനേക്കാൾ ബൃഹത്തായതിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യം ഈശ്വരൻ്റെതെന്നാണ്. അപ്പോൾ അത് നമ്മുടെ ഉള്ളിൽ ആത്മചൈതന്യമായിട്ട് കുടികൊള്ളുന്നു. അതിനെ നമ്മൾ ജീവാത്മാവ് എന്നാണ് പറയുക. യോഗയിലൊരു ശ്ലോകം തന്നെയുണ്ട്. എന്താണ് യോഗ എന്ന് ആദ്യഘട്ടം ചോദിച്ചതുപോലെ, സംയോഗോ യോഗയുക്തിക്തോ ജീവാത്മാ പരമാത്മനോ എന്നാണ് പറയുക. അതായത് ജീവാത്മാവായ മനുഷ്യർ
പരമാത്മാവായ ഈശ്വരനിൽ ലയിച്ചു ചേരുന്ന വിദ്യ എന്തോ അതാണ് യോഗം. ഋഷി ഒരു ഉദാഹരണം പറയുന്നു. അനേക നദികൾ പല സ്ഥലങ്ങളിലൂടെ ഒഴുകുന്നു, സമതലങ്ങളിലൂടെ ഒഴുകുന്നു, പല വഴികളിലൂടെ അവ ഒഴുകുന്നു. അതിന് പല പേരുകൾ നമ്മൾ വിളിക്കുന്നു. ഗംഗ, യമുന, ബ്രഹ്മപുത്ര, കാവേരി, അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നു. ഇതെല്ലാം അവസാനം വന്നു ചേരുന്നത് ഏകമായ സമുദ്രത്തിലാണ്. ആ സമുദ്രമാണ് പരമാത്മാവാകുന്ന സമുദ്രം. അനേക നദികളാണ് നമ്മൾ ജീവാത്മാക്കൾ. അതാണ് നമ്മൾ ഏത് മാർഗം പഠിച്ചാലും, ഏത് ഗുരുവിന്റെ കീഴിൽ പഠിച്ചാലും, നിങ്ങൾ യോഗയോ തന്ത്രയോ വേദാന്തമോ എന്തഭ്യസിച്ചാലും ശരി, അത് യഥാർത്ഥ ഗുരുപരമ്പരാ സിസ്റ്റമാണെങ്കിൽ നിങ്ങൾ ഈശ്വരനാകുന്ന പരമാത്മാ സമുദ്രത്തിൽ വന്നു ചേരും എന്നാണ് യോഗിമാർ പറയുക. പഠിച്ചത് കൃത്യമായി അനുഷ്ഠിക്കുക. അപ്പൊ നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ആത്മചൈതന്യത്തെ, ഹൂ ആം ഐ, ഞാൻ ആരാണ് എന്ന തിരിച്ചറിവിലേക്ക് നമ്മളെ നയിക്കുന്നത് കൂടിയാണ് യോഗ. അപ്പൊ ചുരുക്കത്തിൽ യോഗ ശാരീരികവും മാനസികവും ബൗദ്ധികവും ആത്മീയവുമായ പൂർണ്ണ വ്യക്തിത്വ വികാസം നൽകുന്നു. ഭൗതികവും ആത്മീയവുമായ സമ്പൂർണ്ണ ജീവിതം നൽകുന്ന ജീവിതത്തിന്റെ കലയാണ്, ആയുസ്സിന്റെ കലയാണ് യോഗ എന്ന് ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ പറയാം. യോഗയിൽ നിന്ന് യോഗത്തിലേക്ക് ഉള്ള യാത്രയെക്കുറിച്ചൊന്ന് വിവരിക്കാമോ? ഇവിടെ രണ്ട് വാക്കുകൾ അതിലുണ്ട്. യോഗ, യോഗം. ഇപ്പൊ യോഗ എന്താണെന്ന് ചോദിച്ചാൽ നമ്മളതിന്റെ പദാനുപത വിവർത്തനം എടുത്തു കഴിഞ്ഞാൽ സംസ്കൃതത്തിലെ യുജ് എന്ന ധാതുവിൽ നിന്നുണ്ടായ ഒരു വാക്കാണ് യോഗ എന്നുള്ളത്. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് കൂടിച്ചേരുക, ലയിക്കുക എന്നുള്ളതാണ്. അതായത് ഈശ്വരനിലേക്കുള്ള മനുഷ്യന്റെ പ്രയാണം, പരമാത്മാവിലേക്കുള്ള ജീവാത്മാക്കളുടെ പ്രയാണമാണ്, അതിലേക്ക് നയിക്കുന്ന സയൻസാണ് യോഗ എന്നുള്ളത്. ആ മാർഗത്തിലൂടെ നമ്മൾ പോയി ഈശ്വരനിൽ ലയിച്ചാൽ അത് യോഗമായി എന്ന് പറയാം. അപ്പൊ യോഗം എന്ന വാക്ക് പലതുമായി കണക്ട് ചെയ്ത് പറയാറുണ്ട്. ഇപ്പൊ നമ്മളൊരു കുടുംബ സംഗമം അല്ലെങ്കിൽ കുടുംബ യോഗം എന്ന് പറയുന്നതും അതൊരു യോഗമാണ്. നമ്മൾ ഓഫീസുകളിൽ നമ്മൾ മീറ്റിംഗ് നടത്താറുണ്ട്, അതും ഒരു യോഗമാണ്. യഥാർത്ഥത്തിൽ ഈശ്വര സാക്ഷാത്കാരത്തിന് ഭാരതത്തിന്റെ സമ്പ്രദായങ്ങളിൽ വളരെ പവർഫുള്ളായിട്ടുള്ള 3 മെത്തേഡുകളുണ്ട്. അതും യോഗം എന്ന രീതിയിലാണ് പൊതുവെ അറിയപ്പെടുന്നത്. ഇന്ന് നമ്മൾ പറയുന്ന യോഗ, ഇന്ന് യോഗ എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ മഹർഷി പതഞ്ജലി മുന്നോട്ട് വെച്ച അഷ്ടാംഗ യോഗമാണ് നമ്മൾ യോഗ എന്ന് ഏറ്റവും അധികം ഇന്ന് പ്രചരിപ്പിക്കപ്പെടുന്നത്. യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി, 8 പടികൾ ഉൾക്കൊള്ളുന്ന മഹർഷി പതഞ്ജലി മുന്നോട്ട് വെച്ച യോഗം ഇന്ന് പൊതുവെ നമ്മൾ പറയുന്നത് അതാണ്. അല്ലെങ്കിൽ ഹഠയോഗത്തിൻ്റെതായിട്ടുള്ള സ്വാത്മാരാമ മഹർഷിയുടെ ഹഠയോഗത്തിൻ്റെതായിട്ടുള്ള മാർഗങ്ങളെ പറ്റി നമ്മൾ പറയുന്നു. യഥാർത്ഥത്തിൽ യോഗങ്ങൾ തന്നെ അനവധിയുണ്ട്. ഇപ്പൊ പതഞ്ജലി മുന്നോട്ട് വെച്ച ഈ അഷ്ടാംഗ യോഗം യോഗത്തിലെ ഒരു മാർഗമാണ്. ഹഠയോഗ പ്രദീപികയിൽ മഹർഷി സ്വാത്മാരാമൻ മുന്നോട്ട് വെച്ചതും യോഗത്തിന്റെ ഒരു മാർഗം തന്നെയാണ്. ഇത് കൂടാതെ നാദയോഗമുണ്ട്, ജപയോഗമുണ്ട്. ഇനി നമ്മൾ പൊതുവെ കേട്ടിരിക്കുന്ന രാജയോഗം, കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം ഉണ്ട്. ഇതുമൊക്കെ യോഗത്തിൻ്റെതായ മാർഗങ്ങളാണ്. അതായത് ഏത് മാർഗമാണോ ജീവാത്മാവായ മനുഷ്യനെ പരമാത്മാവായ പരമശിവനിലേക്ക്, ഈശ്വരനിലേക്ക് നയിക്കുന്നത്, ആ മെത്തേഡ് എല്ലാം അറിയപ്പെടുന്നത് യോഗമെന്നാണ്. തന്ത്ര അറിയപ്പെടുന്നതും തന്ത്രയോഗം എന്നാണ്. വേദാന്തവും യഥാർത്ഥത്തിൽ വേദാന്ത യോഗം എന്നാണ് പറയുക. അപ്പൊ ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള മെത്തേഡുകളിൽ വളരെ ലളിതമായതും ആർക്കും അനുഷ്ഠിക്കാവുന്നതുമായിട്ടുള്ള മാർഗമാണ് നമ്മൾ ഇന്ന് പൊതുവെ പറയപ്പെടുന്ന യോഗ. അത് അഷ്ടാംഗ യോഗമാർഗമാവാം, ഇല്ലെങ്കിൽ ഹഠയോഗത്തിൻ്റെതായിട്ടുള്ള മാർഗമാവാം, ഇല്ലെങ്കിൽ രാജയോഗ ധ്യാന പരിശീലനങ്ങളാവാം. ഏതൊന്നും നിങ്ങളെ ഈശ്വരനിലേക്ക് നയിക്കുന്നു അത് യഥാർത്ഥത്തിൽ യോഗമാണ്. തന്ത്രത്തിലും അനേക മെത്തേഡുകളുണ്ട്, പക്ഷെ കുറച്ചുകൂടി കഠിനമായ നിയമങ്ങളുള്ളൊരു ഭാഗമാണ് തന്ത്രം എന്ന് പറയുന്നത്. യോഗ വളരെ സിമ്പിളാണ്. ഋഷി പറയാറ് ഉദാഹരണം, യോഗ റോസാദളങ്ങൾ നിറഞ്ഞ മാർഗമാണെങ്കിൽ തന്ത്ര മുള്ളുകൾ നിറഞ്ഞ മാർഗമാണ്. യോഗ ആർക്കും അനുഷ്ഠിക്കാം, പണ്ഡിതനോ പാമരനോ ഏത് ലെവലിലുള്ള ആൾക്കാർക്കും യോഗ അനുഷ്ഠിക്കാം. സിമ്പിളാണ് അതിന്റെ മെത്തേഡുകൾ. പക്ഷെ തന്ത്ര തികച്ചും വ്യത്യസ്തമാണ്. ഒന്ന്, അസാമാന്യമായ ധൈര്യം വേണം, ഈശ്വരനിലും ഗുരുവിലും ഉള്ള പൂർണ്ണമായ സമർപ്പണം വേണം, പരീക്ഷണ നിരീക്ഷണങ്ങളെ നേരിടാനുള്ള മനഃശക്തിയുള്ള ഒരാൾക്ക് തന്ത്രത്തിലേക്ക് പോകാൻ കഴിയും. പക്ഷെ തന്ത്രവും നമ്മൾ ഈശ്വരനിലേക്ക് യോഗം ചെയ്യിപ്പിക്കുന്നുണ്ട്. മറ്റൊന്ന് വേദാന്ത മാർഗമാണ്. കുറച്ച് ഇന്റലക്ച്വലി പവറായിട്ടുള്ള ആൾക്കാർക്കാണ് യഥാർത്ഥ വേദാന്ത മാർഗത്തിലേക്ക് പോകാൻ കഴിയുക. ഇഹാമുത്ര ഫലഭോഗ വിരാഗം, ശമതമാതി സാധന ഷൽക്ക സമ്പത്തി, മുമുക്ഷുത്വം, അങ്ങനെയുള്ള വിവിധങ്ങളായിട്ടുള്ള ചില നിയമങ്ങൾ വേദാന്ത മാർഗത്തിൽ പറയുന്നുണ്ട്. പലപ്പോഴും ഗൃഹസ്ഥന് ഇതൊക്കെ അനുഷ്ഠിക്കുക പ്രയാസമാണ്.
അപ്പൊ തന്ത്രത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്, ശക്തിയുണ്ട്. വേദാന്തത്തിനും അതിൻ്റെതായ പ്രാധാന്യവും ശക്തിയുമുണ്ട്. പക്ഷെ ഈ ആധുനിക ലോകത്തിലെ മനുഷ്യന് ഏറ്റവും അധികം അനുഷ്ഠിക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിരിക്കുന്ന മാർഗം യോഗമാർഗം തന്നെയാണ്. അപ്പൊ യോഗ തീർച്ചയായിട്ടും ഈശ്വരീയ അവബോധം എന്ന യോഗത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മാർഗമാണ്. യോഗയും ഹഠയോഗയും തമ്മിലുള്ള വ്യത്യാസമാണ്. നമ്മൾ പൊതുവെ ഹഠയോഗം എന്ന് പറയുമ്പോൾ ശാരീരിക തലങ്ങളെ കൂടുതൽ ഊർജ്ജസ്വലമാക്കുന്നതിനും ശരീരത്തിന്റെ ബലം വർദ്ധിപ്പിക്കുന്നതിനുമായിട്ടുള്ള ചില മെത്തേഡുകളാണ് ഹഠയോഗത്തിൽ പൊതുവെ പരാമർശിക്കപ്പെടുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ചില യോഗാസനങ്ങൾ അനുഷ്ഠിക്കുന്നു. വിവിധങ്ങളായിട്ടുള്ള യോഗാസനങ്ങൾ അനുഷ്ഠിക്കുക വഴി ശാരീരികമായിട്ടുള്ള ബലത്തെ വർദ്ധിപ്പിക്കുന്നു. അങ്ങനെയുള്ള ശരീരവുമായി ബന്ധപ്പെട്ട് വരുന്ന കൂടുതൽ ക്രിയകളൊക്കെ ഹഠയോഗമായിട്ട് പറയുന്നുണ്ട്. നമ്മളിവിടെ യോഗം എന്ന വാക്ക് ഉച്ചരിക്കുമ്പോൾ തന്നെ അതിന് വിവിധ തരത്തിലുള്ള അർത്ഥങ്ങളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് എല്ലാ തലങ്ങളെയും സ്പർശിക്കുന്ന ഒരു വാക്കുകൂടിയാണ് യോഗം. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ യോഗ എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ കേട്ടത് പതഞ്ജലി മഹർഷി പറഞ്ഞ ഹഠയോഗത്തെ പറ്റി പതഞ്ജലി മഹർഷി പറഞ്ഞ അഷ്ടാംഗയോഗ മാർഗത്തെക്കുറിച്ചാണ്. ആ മാർഗം മാത്രമല്ല എന്ന് പറഞ്ഞു. ഇപ്പൊ നാദയോഗവും രാജയോഗവും ജപയോഗവും ക്രിയായോഗവും ലയയോഗവും തന്ത്രയോഗവും മന്ത്രയോഗവും യന്ത്രയോഗവും ഒക്കെ അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള യോഗങ്ങളുണ്ട്. അപ്പൊ ഹഠയോഗം എന്ന് നമ്മൾ പൊതുവെ വിവക്ഷിക്കുന്നത് നമ്മളുടെ ശാരീരിക തലത്തിലുള്ള ബാഹ്യതലത്തിലുള്ള ആ കാര്യങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി അനുഷ്ഠിക്കുന്ന ക്രിയകളാണ്. എന്നാൽ യോഗത്തിന് വളരെ വിപുലമായ അർത്ഥമുണ്ട്. അത് ശാരീരിക, മാനസിക, ബൗദ്ധിക, ആത്മീയ തലങ്ങളെ വികസിപ്പിക്കുന്ന മെത്തേഡുകളാണ്. ഇതെല്ലാം യഥാർത്ഥത്തിൽ കണക്റ്റഡ് ആണ്. ഇപ്പൊ നമ്മൾ യോഗ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ യോഗ വ്യായാമങ്ങളുണ്ട്, അതുപോലെ തന്നെ യോഗാസനങ്ങളുണ്ട്, യോഗമുദ്രകളുണ്ട്, യോഗ ബന്ധങ്ങളുണ്ട്, പ്രാണായാമ മെത്തേഡുകളുണ്ട്, ജപയോഗ മെത്തേഡുകളുണ്ട്, ധ്യാനയോഗ മെത്തേഡുകളുണ്ട്, വിവിധങ്ങളായിട്ടുള്ള മനഃശക്തി വർദ്ധക ക്രിയകളായിട്ടുള്ള മെത്തേഡുകളുണ്ട്. അങ്ങനെ വളരെ വിപുലമായ അർത്ഥത്തിലാണ് യോഗ. ഈ യോഗയിൽ യഥാർത്ഥത്തിൽ ഹഠയോഗവും ഉൾപ്പെടുന്നു. യോഗയിൽ യഥാർത്ഥത്തിൽ മന്ത്രയോഗവും രാജയോഗവും എല്ലാം ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളുന്നു. അപ്പൊ ഈ ഒരു അർത്ഥതലത്തിൽ വേണം നമ്മളിതിനെ മനസ്സിലാക്കാൻ. ഹഠയോഗം എന്നൊരു പ്രത്യേക ബ്രാഞ്ചായിട്ട് നമ്മളതിനെ പറയുകയാണെങ്കിൽ പോലും യഥാർത്ഥ യോഗയിൽ നിന്ന് ഇത് വിഭിന്നമല്ല. ഒരു വൃക്ഷത്തിന്റെ തന്നെ വിവിധങ്ങളായ ശാഖകളാണിതെല്ലാം. യോഗ എന്ന വൃക്ഷത്തിന്റെ ഒരു ശാഖയാണ് ഹഠയോഗം, മറ്റൊരു ശാഖയാണ് രാജയോഗം, മറ്റൊരു ശാഖയാണ് മന്ത്രയോഗം, മറ്റൊരു ശാഖയാണ് ധ്യാനയോഗം, മറ്റൊന്നാണ് പ്രാണായാമം എന്ന് മനസ്സിലാക്കുക. ഇതാണ് പൊതുവെ പറഞ്ഞാലുള്ള വ്യത്യാസം. സർ, യോഗ പരിശീലിക്കുന്ന ഒരാൾ ചെയ്യേണ്ടതും ചെയ്യാണ്ടതുമായ കാര്യങ്ങളെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. യോഗ പരിശീലിക്കുന്ന ഒരാൾ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം യോഗ പഠിക്കേണ്ട ഒരാൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളിൽ ഒന്ന്, ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടയും നിഷ്ഠയും ഉണ്ടാക്കുക. അടുക്കും ചിട്ടയും നിഷ്ഠയും ഉണ്ടാവണം. യോഗ നമ്മൾ കേവലം രാവിലെ 1 മണിക്കൂർ ചെയ്യുന്നതല്ല. അത് മാത്രമല്ല യോഗ. യോഗ നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ്. ഒരു യോഗ പഠിതാവ് ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എഴുന്നേൽക്കണം. ബ്രഹ്മമുഹൂർത്തം, ബ്രാഹ്മമുഹൂർത്തം, സരസ്വതി യാമം എന്നൊക്കെ പറയുന്നൊരു സമയമുണ്ട്. അതായത് ഒരു 4 മണിക്കും 6 മണിക്കും ഇടയിലെങ്കിലും അയാൾ എഴുന്നേറ്റ് തന്റെ യോഗക്രിയകൾ ചെയ്യാൻ തുടങ്ങണം. നമ്മൾ എഴുന്നേറ്റാൽ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ പഠിച്ച ആ മാർഗത്തിലാണ്. നിങ്ങൾ ഏത് ഗുരുവിൽ നിന്ന് ഏത് മെത്തേഡും പഠിച്ച ഒരാളായിരിക്കട്ടെ, ചെയ്യുന്ന ഒരാളാവട്ടെ, ഈ സമയം നിങ്ങൾ ഉപയോഗിക്കുക. 4 മണി മുതൽ 6 മണി വരെയുള്ള സമയം. എന്താണ് അതിനെ ബ്രഹ്മമുഹൂർത്തം അല്ലെങ്കിൽ ബ്രാഹ്മമുഹൂർത്തം, സരസ്വതി യാമം എന്ന് വിളിക്കാനുള്ള കാരണം? ഒന്ന്, നമ്മൾ അതിനെ ഒന്ന് ശാസ്ത്രീയമായി വിലയിരുത്തി കഴിഞ്ഞാൽ നമ്മളൊരു 6 മണിക്കൂർ 7 മണിക്കൂർ 8 മണിക്കൂർ കിടന്നുറങ്ങിയ സമയമാണ്, അല്ലെ, ഉറങ്ങിക്കഴിഞ്ഞു. അങ്ങനെ ശരീരം ഒക്കെ റിലാക്സായി, നിങ്ങളുടെ ആന്തരിക ഗ്രന്ഥികളും ആന്തരിക തലങ്ങളും ഒക്കെ റിലാക്സ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ആ നമ്മൾ വളരെ ഫ്രഷായി എഴുന്നേറ്റ് വരാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് ഈ ബ്രഹ്മമുഹൂർത്ത സമയം എന്ന് പറയുന്നത്. 6-8 മണിക്കൂർ ഉറങ്ങി ശരീരവും മനസ്സും നമ്മളുടെ നാഡീ സംവിധാനങ്ങളും ഒക്കെ റിലാക്സ് ആയിരിക്കുന്നു. അപ്പൊ അങ്ങനെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കണമെങ്കിൽ മറ്റൊരു കാര്യം നമ്മൾ ചിന്തിക്കണം. രാത്രി നേരത്തെ കിടക്കണം. നമുക്ക് അങ്ങനെ ഒരു പാരമ്പര്യം തന്നെയുണ്ട്, നേരത്തെ കിടന്ന് നേരത്തെ എഴുന്നേൽക്കുക. ഇന്നത്തെ ആധുനിക മനുഷ്യൻ ഈ നേരത്തെ കിടന്ന് നേരത്തെ എഴുന്നേൽക്കുന്നത് മറന്നുപോയിരിക്കുന്നു. പലപ്പോഴും നമ്മൾ ആ പ്രപഞ്ചത്തിന്റെ സംവിധാനത്തിൽ നിന്ന് പലപ്പോഴും മാറുകയാണ്. അർദ്ധരാത്രി വരെ നമ്മൾ വെറുതെ ഇരിക്കുന്നു.
അപ്പൊ മനുഷ്യനെ പറ്റി പറയുന്നത് അയാൾ സൗരജീവി എന്നാണ്. പൊതുവെ 2 തരത്തിലുള്ള ജീവിവർഗങ്ങളെ പറ്റി പറയുന്നു. ഒന്ന് സൗരജീവികൾ, 2 ചാന്ദ്രജീവികൾ. മനുഷ്യൻ സൗരജീവിയാണ്. അതായത് സൂര്യൻ ഉദിക്കുന്നത് മുതൽ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഏറ്റവും അധികം ആക്റ്റീവായി പ്രവർത്തിക്കുന്നതാണ് മനുഷ്യൻ. നമ്മളുടെ ശരീരവും മനസ്സും നമ്മളുടെ ബോധവും നമ്മളുടെ ഇന്ദ്രിയങ്ങളും ഒക്കെ ആക്റ്റീവ് ആകുന്ന സമയം സൂര്യന്റെ സാന്നിധ്യത്തിലാണ്. അപ്പൊ ആ സമയത്താണ് നമ്മൾ ഏറ്റവും അധികം പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ഒരു 3-3.5 മണിക്കൂറുള്ളിൽ നമ്മൾ ഉറങ്ങാൻ തുടങ്ങുന്നു. നമ്മുടെ ശരീരത്തിന് റിലാക്സേഷൻ ആവശ്യമാണ്. അപ്പൊ യഥാർത്ഥത്തിൽ മനുഷ്യൻ സൗരജീവിയാണ്. അതായത് രാവിലെ പണിയെടുക്കുകയും രാത്രി ഉറങ്ങുകയും നമ്മൾ ചെയ്യണം. ഇനി ചാന്ദ്രജീവികളെ പറ്റി കേട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചില മൂങ്ങകൾ, ഉരക വർഗത്തിൽപ്പെട്ട ജീവജാലങ്ങൾ, ഇവയൊക്കെ ഇരപിടിക്കുന്നതും അവ ആക്റ്റീവ് ആകുന്നതും ചാന്ദ്രൻ അല്ലെങ്കിൽ രാത്രി സമയത്താണെന്നാണ് പറയുക. അവയെ ചാന്ദ്രജീവികൾ എന്ന് പൊതുവെ പറയും. പക്ഷെ മനുഷ്യൻ ഇന്ന് സൗരജീവി എന്ന അവസ്ഥയിൽ നിന്നും ചാന്ദ്രജീവിയിലേക്ക് മാറുന്നു. അതായത് നമ്മൾ വെറുതെ ഇരുന്ന് നമ്മുടെ സമയം കളയുകയാണ്. രാത്രി 12 മണി 1 മണിക്കൊക്കെയാണ് നമ്മൾ കിടക്കുന്നത്. നമ്മളുടെ ആ ഒരു ബയോളജിക്കൽ സിസ്റ്റം, ഈ പ്രപഞ്ചവുമായിട്ടുള്ള നമ്മളുടെ ആ ഒരു കണക്ഷൻ പലപ്പോഴും വിച്ഛേദിക്കപ്പെടുകയാണ്. ഉറങ്ങേണ്ട സമയത്ത് നമ്മൾ ഉറങ്ങുന്നില്ല. ഉറക്കക്കുറവ് മൂലമുണ്ടാകുന്ന അനേക അസുഖങ്ങൾക്ക് നമ്മൾ ഇന്ന് വിധേയരാകുന്നു. അപ്പോൾ നേരത്തെ കിടന്ന് നേരത്തെ എഴുന്നേൽക്കുവാൻ നമുക്ക് സാധിക്കണം. നേരത്തെ പറഞ്ഞ പോലെ അടുക്കും ചിട്ടയും നിഷ്ഠയും നമുക്ക് വേണം. രാത്രി ഒരു 10 മണിക്ക് 10:30-ക്കുള്ളിലെങ്കിലും കിടക്കാൻ ശ്രമിക്കുക. അതിന് മുമ്പാണെങ്കിൽ ഏറ്റവും നല്ല കാര്യം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 6 മണിക്കൂർ 7 മണിക്കൂർ 8 മണിക്കൂറൊക്കെ ഉറങ്ങി ഈ ബ്രഹ്മമുഹൂർത്ത സമയത്ത് എഴുന്നേൽക്കാൻ കഴിയും. നമ്മളുടെ മനസ്സും ബോധവും നമ്മളുടെ ശരീരവും ഈ പ്രപഞ്ചവും ഒക്കെ ഏറ്റവും അധികം എനർജൈസ് ചെയ്ത് നിൽക്കുന്ന സമയം കൂടിയാണ് ബ്രഹ്മമുഹൂർത്ത സമയം എന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന എല്ലാ അനുഷ്ഠാന ക്രമങ്ങളും നമ്മൾ വളരെയധികം സ്വാധീനിക്കുന്നു. മനസ്സ് റിലാക്സ്ഡ് ആണ്, ശരീരം റിലാക്സ്ഡ് ആണ്. നമ്മൾ കേട്ടിട്ടുണ്ട് ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. രാവിലെ എഴുന്നേറ്റ് ആദ്യ 1-1.5 മണിക്കൂറിൽ നിങ്ങൾ എന്താണോ ചെയ്യുന്നത്, എന്താണോ ചിന്തിക്കുന്നത്, മനസ്സ വാച കർമ്മണ, നിങ്ങൾ എന്ത് ചിന്തിച്ചു, എന്ത് പറഞ്ഞു, എന്ത് പ്രവർത്തിച്ചു, അത് ആ ജീവിതം ആ ദിവസം മുഴുവൻ നിങ്ങളെ സ്വാധീനിക്കുമെന്നാണ് പറയുക. അപ്പൊ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ, ഈ ബ്രഹ്മമുഹൂർത്ത സമയത്തിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ച സാധനകൾ, യോഗക്രിയകൾ എന്താണോ അത് കൃത്യമായിട്ട് നമ്മൾ അനുഷ്ഠിക്കുക. അപ്പൊ യോഗ ചെയ്യുന്ന ഒരു സാധകന് വേണ്ട ഒന്നാമത്തെ ഗുണം കൃത്യനിഷ്ഠയാണ്, ദിനചര്യയാണ്. രാവിലെ എഴുന്നേൽക്കണം, അവനവന്റെ സാധനകൾ ചെയ്യണം. സാധന ചെയ്തതിന് ശേഷം അതേ സാധനയുടെ ഊർജം നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് കൊണ്ടുപോകാൻ കഴിയണം. കേവലം സാധന ചെയ്യുന്ന 1 മണിക്കൂറല്ല യോഗിയായിരിക്കേണ്ടത്, സദാ യോഗിയാവുക. ഋഷി പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. നമ്മളുടെ മനസ്സ് എന്ന് പറയുന്നത് നമുക്ക് അതിലേക്ക് എന്തും ഇടാം, പോസിറ്റീവും ഇടാം, നെഗറ്റീവും ഇടാം. നമ്മളുടെ ജീവിതത്തെ വിജയപ്രദമാക്കുന്നതും പരാജയത്തിലേക്ക് നയിക്കുന്നതും നമ്മളുടെ മനസ്സാണ്. നിങ്ങൾ പോസിറ്റീവ് ചിന്താഗതിയുള്ള ആളാണോ, നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കും. നിങ്ങൾ നെഗറ്റീവാണോ സദാ ചിന്തിക്കുന്നത്, നിങ്ങൾ ജീവിതത്തിൽ പരാജയപ്പെടും. പ്രപഞ്ചത്തിന് അങ്ങനെ ഒരു നിയമമുണ്ട്, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, ആകർഷക നിയമം. എന്താണോ നമ്മൾ ഇൻപുട്ടായി അകത്തേക്ക് ഇടുന്നത് അത് ഔട്ട്പുട്ടായി കിട്ടും. നിങ്ങളുടെ മനസ്സിൽ ഞാൻ വിജയിക്കും, ഞാൻ ഉയരും, ഞാൻ വളരും എന്നുള്ള പോസിറ്റീവായിട്ടുള്ള ചിന്താഗതികളാണ് സദാ പുലർത്തുന്നതെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ഉയരും, ജീവിതത്തിൽ വളരും, നിങ്ങൾക്ക് എന്തും നേടാൻ കഴിയും. മറിച്ച് എന്നെ കൊണ്ടൊന്നിനും സാധ്യമല്ല, എന്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി, ഞാൻ വിജയിക്കില്ല, ഞാൻ ഉയരില്ല, ഞാൻ വളരില്ല, ഇങ്ങനെയുള്ള ചിന്താഗതികളാണ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തിൽ വിജയിക്കില്ല, ഉയരില്ല, വളരില്ല. അത് ഭൗതിക ജീവിതത്തിലാണെങ്കിലും ആത്മീയ ജീവിതത്തിലാണെങ്കിലും. നമ്മളുടെ മനസ്സൊരു കുട്ടയാണെന്ന് നമ്മളൊന്ന് സങ്കല്പിക്കുക. ആ കുട്ടയിലേക്ക് നമുക്ക് കുറേയേറെ റോസാപ്പൂക്കൾ ഇടാം. ആ റോസാപ്പൂക്കൾ നിറഞ്ഞ കുട്ടയുമായി നമ്മൾ എവിടെ പോയാലും റോസാപ്പൂവിന്റെ, പനിനീർ പൂവിന്റെ സുഗന്ധമാണ് പരക്കുക. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ ജീവിക്കുമ്പോഴും നിങ്ങൾ ഓഫീസിൽ പോകുമ്പോഴും ഒക്കെ ഈ റോസാപ്പൂവിൻ്റെതായ പോസിറ്റീവായിട്ടുള്ള ആ എനർജി നിങ്ങളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകർന്നുകൊണ്ടിരിക്കും, പടർന്ന് പന്തലിച്ച് കയറിക്കൊണ്ടിരിക്കും. മറിച്ച് നമ്മളുടെ ഈ മനസ്സാകുന്ന കുട്ടയിലേക്ക് കുറെ ചപ്പു ചവറുകൾ ഇട്ടു, വളരെ ദുർഗന്ധം വമിക്കുന്ന ചില വേസ്റ്റ് നമ്മൾ ഇട്ടെന്നിരിക്കട്ടെ. ഈ വേസ്റ്റുമായിട്ട് നിങ്ങൾ കുടുംബത്തിൽ ജീവിച്ചാലും ഓഫീസിൽ പോയാലും ഈ വേസ്റ്റിൻ്റെതായിട്ടുള്ള ദുർഗന്ധമാണ് വമിക്കുക. എന്താണ് മനസ്സിൽ ഇടേണ്ടതെന്ന് നമുക്ക് ചിന്തിക്കാം. ലോകത്തെ മുഴുവൻ നന്നാക്കാൻ നമുക്ക് കഴിയില്ല, പക്ഷെ സ്വയം നന്നാകാൻ കഴിയും. യോഗം നമ്മളെ പഠിപ്പിക്കുന്നത് ആ സ്വയം നന്നാകലാണ്. ഊർജ്ജസ്വലതയോടെ, ശാന്തതയോടെ, അനുനിമിഷം ഉള്ളിൽ നിറയുന്ന ആനന്ദത്തോടെ ജീവിക്കുക. ഒരു ദിവസമാണ് ജീവിച്ചുള്ളെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ ഒരു 50 വയസ്സ് വരെയാണ് ജീവിച്ചതെങ്കിലും ആ ജീവിതം ശാന്തസുന്ദരവും ആരോഗ്യകരവുമാക്കുക. ആദ്യം പറഞ്ഞതുപോലെ യോഗ നമ്മളെ പഠിപ്പിക്കുന്നത് ശാന്തതയോടെ, സന്തോഷത്തോടെ, ആനന്ദത്തോടെ, ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള കലയാണ്, ശാസ്ത്രമാണ് യോഗ നമുക്ക് നൽകുന്നത്. അപ്പോൾ ഒരു യോഗ വിദ്യാർത്ഥിക്ക് അടിസ്ഥാനപരമായി വേണ്ടത് ഒന്ന്, ജീവിതത്തിന് ഒരു കൃത്യനിഷ്ഠയും ദിനചര്യയും വേണം.
പഠിച്ച കാര്യങ്ങളെ ശരിയായി നമുക്ക് ജീവിതത്തിൽ അനുഷ്ഠിക്കാൻ കഴിയണം. അത് ആ ജീവിതത്തിൽ ഉടനീളം, ആ ദിവസത്തിൽ ഉടനീളം നമുക്ക് പകർത്താൻ കഴിയണം. ഗുരുക്കന്മാർ പറയാറുണ്ട്, നിങ്ങൾ കുടുംബത്തിൽ നല്ലൊരു കുടുംബസ്ഥനാവുക, നല്ലൊരു പിതാവാകുക, നല്ലൊരു അമ്മയാവുക, മക്കൾക്ക് നിങ്ങൾ അവർക്ക് അനുകരിക്കാൻ പറ്റുന്ന മാതൃകയിലുള്ള ഒരു അച്ഛനായിട്ട് മാറണം, ഒരു അമ്മയായിട്ട് മാറണം, ബന്ധുക്കൾക്ക് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ടയാളായിട്ട് മാറണം, നല്ലൊരു ഭർത്താവാകുക, നല്ലൊരു ഭാര്യയാവുക, നല്ലൊരു അമ്മയാവുക, നല്ലൊരു അച്ഛനാവുക. നിങ്ങൾ ഓഫീസിലേക്ക് പോകുമ്പോൾ ഓഫീസിൽ നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടവനാവണം. എല്ലാവരെയും നമുക്ക് ആകർഷിക്കണം, പുഞ്ചിരിയോടുകൂടി നമുക്ക് ജീവിക്കാൻ കഴിയണം. പണ്ട് ശ്രീബുദ്ധനോട് അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ ചോദിച്ചു, അങ്ങ് എന്താണ് എപ്പോഴും പുഞ്ചിരിക്കണം എന്ന് ശിഷ്യന്മാരോടും സമൂഹത്തോടും പറയുന്നത്? ബുദ്ധൻ പറഞ്ഞ മറുപടി വളരെ രസകരമാണ്. അദ്ദേഹം പറഞ്ഞു, ഈ ജന്മത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞുപോയ ഏതെങ്കിലും ജന്മങ്ങളിൽ അവരൊക്കെ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയോ ഭർത്താവോ ബന്ധുവോ മിത്രമോ സുഹൃത്തോ ആയിരിക്കാം. അപ്പോൾ പുഞ്ചിരിയോടുകൂടി നമുക്ക് ജീവിക്കാൻ കഴിയണം. ആ പുഞ്ചിരി നിങ്ങളുടെ മുഖത്ത് വിരിയണമെങ്കിൽ നമ്മളുടെ മനസ്സിൽ ശാന്തിയും സന്തോഷവും ഊർജ്ജസ്വലതയും ആനന്ദവും നിറയണം. മനസ്സ് സംഘർഷഭരിതമാകുമ്പോഴാണ് നമുക്ക് ഈ ലോകം മുഴുവൻ സംഘർഷഭരിതമായിട്ട് തോന്നുന്നത്. അപ്പൊ ആനന്ദത്തിന്റെ, ആരോഗ്യത്തിന്റെ, സന്തോഷത്തിന്റെ ആ ഒരു എനർജി നമ്മുടെ ഉള്ളിൽ നിറയ്ക്കാനായിട്ട് യോഗാനുഷ്ഠാനം സഹായിക്കും. അതിന് കൃത്യനിഷ്ഠയുള്ള, നമുക്കൊരു ദിനചര്യയുള്ള ഒരു യോഗ വിദ്യാർത്ഥിയായി നമ്മൾ മാറണം. ഭക്ഷണവും യോഗയും കുറിച്ച് നോക്കാം. ഭക്ഷണവും യോഗ പഠിതാവിന്റെ ഭക്ഷണ രീതി എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ ജീവൻ നിലനിർത്തുന്ന അടിസ്ഥാന ഘടകങ്ങളിലൊന്നാണ് നമ്മളുടെ ഭക്ഷണം എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഇന്നത്തെ ആധുനിക കാല മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്നതിന് പ്രത്യേകിച്ച് സമയമോ ക്രമമോ ഒന്നുമില്ല. സാധാരണ 3 നേരം നമ്മൾ കഴിക്കണം എന്ന് പറയും. പക്ഷെ നമ്മൾ 3, 4, 5, 6 നേരമൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കാറുണ്ട്. ഭക്ഷണത്തെ പറ്റിയുള്ള യോഗയുടെ വീക്ഷണം മിതവും ഹിതവുമായ ആഹാരം സ്വീകരിക്കണം എന്നുള്ളതാണ്. എന്താണ് മിതമായ ആഹാരം എന്ന് പറഞ്ഞാൽ? അവനവന് ആവശ്യത്തിനുള്ള അളവിൽ മാത്രം കഴിക്കുക. നമ്മുടെ പൂർവികർ പറയാറുണ്ട്, വയററിഞ്ഞ് ഭക്ഷിക്കുക എന്ന് പറയും. മിതാഹാരമായിരിക്കണം എന്നുള്ളത്. അതേപോലെ ഹിതകരമായിരിക്കണം. നിങ്ങൾക്ക് ഹിതമായ ആഹാരം വേണം നിങ്ങൾ കഴിക്കാൻ, ഇഷ്ടപ്പെട്ട ആഹാരം വേണം കഴിക്കാൻ. കഴിക്കുന്ന ആഹാരം ദഹിക്കാൻ എളുപ്പമുള്ളതും പോഷക സമൃദ്ധിയുള്ള ആഹാരവും വേണം നമ്മൾ സ്വീകരിക്കാൻ. ഇപ്പം ഏത് സമയത്തൊക്കെ നമ്മൾ ആഹാരം കഴിക്കണം? രാവിലെ ഒരു 8-8:30 മുമ്പ് ഒരു ആഹാര രീതി നമ്മൾ പിന്തുടരുക. രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഉച്ചയ്ക്ക് ഒരു 12:30ക്കും 1 മണിക്കും ഇടയ്ക്കെങ്കിലും ആഹാരം സ്വീകരിക്കുക. രാത്രിയുള്ള സമയം യഥാർത്ഥത്തിൽ സൂര്യാസ്തമയത്തിന് മുമ്പ് ആഹാരം കഴിക്കണം എന്നതാണ് ശരിയായിട്ടുള്ള രീതി. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ്. പഴയ കാലങ്ങളിൽ സൂര്യാസ്തമയത്തിന് ശേഷം ആൾക്കാർ ആഹാരം കഴിച്ചിരുന്നില്ല. പക്ഷെ നമ്മളിപ്പോൾ പലപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ 8 മണിക്ക് 10 മണിക്കും 11 മണിക്കും ഒക്കെയാണ് കഴിക്കുക. നമുക്കിന്ന് പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ ധാരാളം പേര് പറയുന്ന ഒരു പരാതിയാണ്, അല്ലെങ്കിൽ ഒരു വിഷമമാണ്, അസിഡിറ്റി, ഗ്യാസ് ട്രബിൾ ഉണ്ടാകുന്നു. രാത്രി ഉറങ്ങുന്ന സമയത്ത് അസിഡിറ്റി ഉണ്ടാകുന്നു, ഗ്യാസ് ട്രബിൾ ഉണ്ടാകുന്നു, ഏമ്പക്കം ഉണ്ടാകുന്നു, ഉറക്കം വളരെയധികം ഡിസ്റ്റർബ്ഡ് ആകുന്നു. അതിനൊരു കാരണമുണ്ട്. നമ്മൾ ആഹാരം കഴിച്ചതിന് ശേഷം ഒരു യഥാർത്ഥത്തിൽ 2-2.5 മണിക്കൂർ സമയം, നല്ല ഹെവി ഫുഡൊക്കെയാണ് കഴിക്കുന്നതെങ്കിൽ 2-2.5-3 മണിക്കൂർ സമയം വേണം നമ്മുടെ ആഹാരം ദഹിക്കാനായിട്ട്. അപ്പൊ രാത്രി 10 മണിക്ക് കിടക്കുന്ന ഒരാൾ ഒരു 9:30 ആഹാരം കഴിച്ചിട്ട് കിടന്നാൽ ആഹാരം ദഹിക്കാനുള്ള ആ ഒരു സമയത്തിന്റെ ഇത് കുറഞ്ഞു വരും. അപ്പൊ ഋഷികൾ പറയുന്നത്, യോഗികൾ പറയുന്നത്, നിങ്ങൾ കിടക്കുന്നതിനും ഒരു 2.5-3 മണിക്കൂർ മുമ്പെങ്കിലും ആഹാരം കഴിച്ചിരിക്കുന്നതാണ് നല്ലത്. കാരണം ആഹാരം ദഹിച്ചിട്ട് വേണം കിടക്കാൻ. ദഹിക്കാത്ത ആഹാരമാണ് നമുക്ക് അസിഡിറ്റിയെ ഉണ്ടാക്കുന്നത്, നെഞ്ച് എരിച്ചിലുണ്ടാക്കുന്നത്, പുളിച്ചതകട്ടൽ ഉണ്ടാക്കുന്നതിന്റെ കാരണം ഇതാണ്. കാരണം രാവിലെയും ഉച്ചയ്ക്കും ഒക്കെ നിങ്ങൾ ആഹാരം കഴിച്ചാൽ സദാ നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? നിങ്ങൾ നടക്കുന്നു, ചിന്തിക്കുന്നു, ഓടുന്നു, പല പല കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ രാത്രി നമ്മൾ ആഹാരം കഴിച്ചിട്ട് നേരെ ബെഡിലേക്ക് പോകുകയാണ്. ശരീരം അതിന് ആയാസകരമായിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും തന്നെ ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് രാത്രി കഴിക്കുന്ന ആഹാരം ലൈറ്റ് ഫുഡായിരിക്കണം. പരമാവധി സൂര്യാസ്തമയത്തിന് മുമ്പ് കഴിക്കാൻ ശ്രമിക്കുക. സൂര്യാസ്തമയത്തിന് ശേഷമാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ, ഇപ്പൊ 10:30 കിടക്കുന്ന ഒരാളാണെങ്കിൽ 8 മണിക്കെങ്കിലും 2.5 മണിക്കൂർ മുമ്പെങ്കിലും ആഹാരം കഴിക്കാൻ ശ്രമിക്കുക. ആഹാരം ദഹിച്ചിട്ട് ഉറങ്ങാനായിട്ട് ശ്രമിച്ചാൽ ഈ പുളിച്ചത കെട്ടൽ, നെഞ്ചരിച്ചിൽ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് മാറ്റാൻ കഴിയും.
മിതവും ഹിതവുമായ ആഹാരം സ്വീകരിക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾ ആഹാരം കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് യോജിച്ച തരത്തിലുള്ള ആഹാര രീതി തിരഞ്ഞെടുക്കാം. അപ്പൊ പലരും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, യോഗ ചെയ്യുന്ന ഒരാൾ മാംസാഹാരം കഴിക്കാമോ എന്നുള്ളത്. മാംസാഹാരം നിഷിദ്ധമാണോ എന്നുള്ളത്. യഥാർത്ഥത്തിൽ യോഗയിൽ മാംസാഹാരം നിഷിദ്ധമാണെന്ന് പറയുന്നില്ല. നിങ്ങൾക്ക് അതാണ് മിതവും ഹിതവുമായ ആഹാരത്തെ സ്വീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സസ്യാഹാരത്തിൽ പോഷകങ്ങൾ ഉള്ളതുപോലെ തന്നെ മാംസാഹാരങ്ങളിലും പോഷകങ്ങളുണ്ട്, അതില്ല എന്ന് പറയുന്നില്ല. ലോക ജനതയിൽ സസ്യാഹാരികളായിട്ടുള്ളവരുണ്ട്, മാംസാഹാരികളായിട്ടുള്ളവരുണ്ട്, മിശ്രഭുക്കുകളായിട്ടുള്ളവരുണ്ട്. യോഗ ഒരിക്കലും മാംസാഹാരം കഴിക്കുന്നവരെ മാറ്റി നിർത്താറില്ല. നിങ്ങൾക്ക് മാംസാഹാരമാണ് ഇഷ്ടമുള്ളതെങ്കിൽ നിങ്ങൾക്ക് മാംസാഹാരം നിങ്ങൾക്ക് കഴിക്കാം. മാംസാഹാരം ശീലിച്ചുകൊണ്ടും യോഗ അനുഷ്ഠിക്കാം. പക്ഷേ ശരീരത്തിന് വളരെയധികം യോജിച്ചതും വേഗത്തിൽ ദഹിപ്പിക്കാൻ സാധിക്കുന്നതുമായിട്ടുള്ള ആഹാരം സസ്യാഹാരമാണ്. അതാണ് സസ്യാഹാരത്തിന് പ്രാധാന്യം വരുന്നത്. മാംസാഹാരം നിഷിദ്ധമായിട്ട് യോഗ പറയുന്നില്ല. യോഗ ഭക്തിയുമായിട്ടാണോ കൂടുതൽ റിലേറ്റ് ചെയ്തിരിക്കുന്നത് അതോ വേദാന്തവുമായിട്ടാണ്? വളരെ നല്ല ഒരു ചോദ്യമാണ്. യോഗ ഏറ്റവും അധികം കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഭക്തിയുമായിട്ടാണോ വേദാന്തമായിട്ടാണോ? യഥാർത്ഥത്തിൽ ആദ്യം പറഞ്ഞതുപോലെ യോഗം, നമ്മൾ അഷ്ടാംഗ യോഗം എന്ന് പറയുന്നതും തന്ത്രയോഗം എന്ന് പറയുന്നതും വേദാന്ത യോഗം എന്ന് പറയുന്നതും ഇതൊന്നും വ്യത്യസ്തമല്ല. ഇപ്പോ ഭക്തിയോഗവും ജ്ഞാനയോഗവും കർമ്മയോഗവും അല്ലെങ്കിൽ രാജയോഗവും എന്നൊക്കെ പറയുന്ന ഈ മെത്തേഡുകളൊന്നും യഥാർത്ഥത്തിൽ വ്യത്യസ്ത തലങ്ങളിലുള്ളതല്ല. നമ്മൾ ആദ്യം പറഞ്ഞു, അനേകം നദികൾ പല സ്ഥലങ്ങളിലൂടെ ഒഴുകി ഏകമായ സമുദ്രത്തിൽ ചെന്ന് ചേരുന്നത് പോലെ ഓരോ മനുഷ്യന്റെയും താല്പര്യമനുസരിച്ച് അവന് സ്വീകരിക്കാം. ഇപ്പൊ ചിലർക്ക് ഭക്തിയോഗമായിരിക്കും ഇഷ്ടം. എന്താണ് ഭക്തി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അൺകണ്ടീഷണൽ ലവ് ടുവേർഡ്സ് ഗോഡ് എന്നാണ് ഭക്തിയുടെ ഏറ്റവും പാരമാർത്ഥിക തലത്തിലുള്ള അർത്ഥം. ഒന്നും ആഗ്രഹിക്കാതെ, ഭൗതികമായ ഒന്നും ആഗ്രഹിക്കാതെ സർവ്വതും ഈശ്വരന് വേണ്ടി സമർപ്പിച്ച് ഈശ്വരനിലേക്ക് ലയിച്ചു ചേരാനുള്ള ആ ഒരു മനോഭാവം. നമ്മൾ ഭക്തമീരയൊക്കെ പറ്റി കേട്ടിട്ടുണ്ട് അല്ലെ? അതാണ് ഭക്തി യഥാർത്ഥത്തിൽ. ഇത് ഈ പറയുന്ന വേദാന്തവുമായിട്ട് ഈ ഭക്തിയോഗം അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന യോഗം കണക്റ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ എല്ലാവുമായിട്ട് കണക്റ്റഡ് ആണ്. ഇപ്പൊ കർമ്മയോഗം, ഇപ്പൊ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നു, യഥാർത്ഥത്തിൽ അതൊരു കർമ്മമല്ലേ? നിങ്ങൾ പ്രാണായാമം ചെയ്യുന്നു, അതൊരു കർമ്മമല്ലേ? ധ്യാനം ചെയ്യുമ്പോൾ ആദ്യഘട്ടത്തിൽ ധ്യാനം പോലും ഒരു കർമ്മമാണ്. ഇപ്പൊ ധ്യാനത്തിൽ തന്നെ നിങ്ങൾ ശ്വാസധ്യാന വിദ്യ ഉപയോഗിച്ചെന്നിരിക്കട്ടെ, ശ്വാസം കയറുമ്പോൾ അത് അറിയുന്നു, ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ അറിയുന്നു. അവിടെ നിങ്ങളൊരു കർമ്മം ചെയ്യുന്നുണ്ട്, ശ്വാസത്തെ അറിയുക എന്ന കർമ്മം. ഇനി നിങ്ങൾ മന്ത്രയോഗമാണ് എടുത്തത്, നിങ്ങളൊരു ഓംകാരം ജപിക്കുന്നു, അല്ലെങ്കിൽ ഓം നമഃ ശിവായ പഞ്ചാക്ഷരി ജപിക്കുന്നു. അവിടെയും നിങ്ങൾ വാഗൊണ്ട് പഞ്ചാക്ഷരി ഉച്ചരിക്കുന്നുണ്ടെങ്കിൽ അതും ഒരു കർമ്മമായിട്ട് രൂപപ്പെടുന്നില്ലേ? ഇതേ പഞ്ചാക്ഷരി മന്ത്രജപം തന്നെ നിങ്ങളുടെ ഉള്ളിൽ പരമേശ്വരനെ പറ്റിയുള്ള ഭക്തി നിറയ്ക്കുന്നില്ലേ? ഇതേ പഞ്ചാക്ഷരി മന്ത്ര ജപം തന്നെ രാജാതിരാജനായ യോഗയുടെ മഹാരാജാവായ നമ്മുടെ സഹസ്രാരയിൽ കുടികൊള്ളുന്ന ശിവന്റെ ബോധവുമായി നിങ്ങളെ ഈ പഞ്ചാക്ഷരി കണക്ട് ചെയ്യുന്നില്ലേ? അപ്പോ കർമ്മയോഗമാണെങ്കിലും ഭക്തിയോഗമാണെങ്കിലും രാജയോഗമാണെങ്കിലും ജ്ഞാനയോഗമാണെങ്കിലും ഇതേ പഞ്ചാക്ഷരി തന്നെ നമുക്ക് അറിവിനെ, ആത്യന്തികമായ അറിവിനെ തരുന്നില്ലേ? ശങ്കരാചാര്യർ പറഞ്ഞതുപോലെ ഏതൊന്നിനെ അറിഞ്ഞാലാണോ സർവ്വതിനെയും പറ്റി അറിയാൻ കഴിയുന്നത്, ഏതൊരറിവാണോ ഈ ലോകത്തെയും പരലോകത്തെയും പറ്റിയുള്ള അറിവുകളെ നിങ്ങൾക്ക് തരുന്നത്, ആ ശുദ്ധ ബോധാവസ്ഥയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ രാജയോഗമോ കർമ്മയോഗമോ ഭക്തിയോഗമോ ജ്ഞാനയോഗമോ വേദാന്ത യോഗമോ ഈ യോഗങ്ങളൊന്നും വ്യത്യസ്തമല്ല. വ്യത്യസ്ത പേരുകളിൽ പറയുന്നു എന്ന് മാത്രം. ഇപ്പൊ വെള്ളത്തിന് നമ്മൾ മലയാളികൾ വെള്ളം എന്ന് പറയും അല്ലെ? ഹിന്ദിയിൽ പോയി കഴിഞ്ഞാലോ പാനിയായി, ഇംഗ്ലീഷിൽ അതിനെ വാട്ടർ എന്ന് നമ്മൾ പറയുന്നു. സംഗതി എന്താണ്? വെള്ളം തന്നെയാണ്. അപ്പൊ ഈശ്വരനിലേക്ക് എത്താൻ സാധാരണ മനുഷ്യബോധം അതിമാനുഷിക ബോധമായും യൗകിക ബോധമായും ദൈവിക ബോധമായും ഈശ്വരീയ ബോധമായും പരിണമിപ്പിക്കാൻ മഹായോഗികൾ, മഹാഋഷികൾ, മഹാഗുരുക്കന്മാർ നമുക്ക് തന്നതാണ് ഈ യോഗങ്ങളെല്ലാം. ഭക്തിയോഗമാണെങ്കിലും രാജയോഗമാണെങ്കിലും ക്രിയായോഗമാണെങ്കിലും ജപയോഗമാണെങ്കിലും നാദയോഗമാണെങ്കിലും മന്ത്രയോഗമാണെങ്കിലും തന്ത്രയോഗമാണെങ്കിലും വേദാന്ത യോഗമാണെങ്കിലും എല്ലാം നമ്മളെ ആ പരമാത്മാവുമായിട്ട് നമ്മളെ ലയിപ്പിക്കും. അതാണ് അതിന്റെ ഉത്തരം. ശരീര ചലനങ്ങളുമായിട്ട് യോഗയാണ് നമ്മൾ പൊതുവെ റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് മാനസിക ചലനങ്ങളുമായിട്ട് എങ്ങനെ നമുക്ക് ബന്ധപ്പെടുത്തി പറയാം? ശരീര ചലനങ്ങളുമായിട്ടാണ് യോഗ
വളരെയധികം കണക്ട് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ ഇത് എപ്രകാരമാണ് നമ്മളുടെ മനസ്സിന്റെ തലങ്ങളെ സ്വാധീനിക്കുന്നത്? ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു സൂര്യ നമസ്കാരം ചെയ്യുന്നു, അത് ശാരീരികമായൊരു ചലനമാണ് അല്ലെ? സൂര്യ നമസ്കാരം ശാരീരികമായ ഒരു ചലനമാണ്. അപ്പൊ ഇത് എങ്ങനെയാണ് ഈ ശരീര ചലനം ചെയ്താൽ നമ്മളുടെ മനസ്സ് ശാന്തമാകുന്നത്, മനസ്സ് ഊർജ്ജസ്വലമാകുന്നത്, മനസ്സ് ശക്തമാകുന്നത്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശരീരവും മനസ്സും വിഭിന്ന ദിശയിൽ പോകുന്ന ഒന്നല്ല, അവ പരസ്പര പൂരകങ്ങളാണ്. ആരോഗ്യമുള്ളൊരു ശരീരത്തിലെ ആരോഗ്യമുള്ളൊരു മനസ്സ് രൂപപ്പെടും. ആരോഗ്യമുള്ളൊരു മനസ്സാണ് ആരോഗ്യമുള്ളൊരു ശരീരത്തെ രൂപപ്പെടുത്തുന്നത്. യോഗയുടെ ഭാഷയിൽ ശരീരം എന്ന് പറയുമ്പോൾ അതിനെ ത്രിമാന ശരീരങ്ങളായും പഞ്ചമാന ശരീരങ്ങളായിട്ടും പറയുന്നുണ്ട്. ത്രിമാന ശരീരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഫിസിക്കൽ ബോഡി, സ്ഥൂല ശരീരം. ഈ സ്ഥൂല ശരീരം നമുക്ക് എവിടെ നിന്നാണ് ലഭിച്ചത്? നമുക്ക് അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നുമാണ് ഈ സ്ഥൂല ശരീരം നമുക്ക് ലഭിച്ചത്. അവർക്ക് ഈ ശരീരത്തെ സൃഷ്ടിക്കുന്നതിന് ആവശ്യമായ ഊർജം, ശക്തി എവിടെ നിന്ന് കിട്ടി? അവർ കഴിച്ച ആഹാരത്തിൽ നിന്ന്, കുടിച്ച ജലത്തിൽ നിന്ന്, ശ്വസിച്ച വായുവിൽ നിന്ന്. നമ്മൾ ഈ കാണുന്ന ആഹാരവും ജലവും വായുവും ഈ ഭൂമിയും ഈ പ്രപഞ്ചവും എല്ലാം രൂപപ്പെട്ടത് എവിടെ നിന്നാണ്? പഞ്ചഭൂതങ്ങളിൽ നിന്നാണ്. അഗ്നി, വായു, ആകാശം, പൃഥ്വി, ജലം. ഈ 5 അടിസ്ഥാന ശക്തികൾ, ഇതാണ് നമ്മളെ സൃഷ്ടിച്ചതും ഈ പ്രപഞ്ചം സൃഷ്ടിച്ചതും. പിതാവിൽ നിന്നും മാതാവിൽ നിന്നും ഉണ്ടായ ശക്തിയാണ് നമ്മളെ രൂപപ്പെടുത്തിയത്. അച്ഛന്റെ ബീജവും അമ്മയുടെ അണ്ഡവും യോജിച്ച് അമ്മയുടെ ഗർഭാശയത്തിലാണ് നമ്മളുടെ ആദ്യ രൂപം. ഒരു ചെറിയ മാംസകഷ്ണമായി നമ്മൾ ഉടലെടുത്തു. ആ ചെറിയ മാംസകഷ്ണം ഓരോ മാസങ്ങൾ കഴിയുമ്പോഴും കൃത്യമായി വളർന്ന് അതിന് കൈവന്ന്, കാലുവന്ന്, കണ്ണുവന്നു, മൂക്കുവന്നു, ചെവി വന്നു. ഒരു മനുഷ്യ ശിശുവിന്റെ രൂപത്തിലാണ് അത് അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. നോക്കൂ, എത്ര ഇന്റലിജന്റ് ആയിട്ടാണ് ഈ പ്രകൃതി, ഈ ഈശ്വരൻ ആ അമ്മയുടെ ഗർഭാശയത്തിൽ നമ്മളെ വളർത്തിയതെന്ന് ആലോചിച്ച് നോക്കുക. അല്ലെ, ഒരു മനുഷ്യ ശിശുവിന്റെ രൂപത്തിലാണ് നമ്മൾ പുറത്തേക്ക് വന്നത്. അപ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി ദൈവികമായ ശക്തിയാണ്, ഈശ്വരീയമായ ശക്തിയാണ്. ഇതിനെ നമുക്ക് എവിടെയും കാണാൻ കഴിയും. ഒരു പൂവിലും ഒരു പുഴുവിലും പുല്ലിലും ഒക്കെ ഈ ദൈവികമായിട്ടുള്ള ശക്തിവിശേഷങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമ്മളുടെ ശരീരം രൂപപ്പെട്ടത് പഞ്ചഭൂതങ്ങളിൽ നിന്നാണ്. പഞ്ചഭൂതങ്ങളിൽ നിന്ന് രൂപപ്പെട്ട ഈ ശരീരം നിലനിൽക്കുന്നതും പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ്. ആഹാരം കഴിച്ചും വെള്ളം കുടിച്ചും വായു ശ്വസിച്ചുമാണ് നമ്മളുടെ ഈ സ്ഥൂല ശരീരം, ഫിസിക്കൽ ബോഡി നിലനിൽക്കുന്നത്. നിങ്ങൾ കുറച്ച് ദിവസം പട്ടിണി കിടന്നാൽ നിങ്ങൾ തളർന്നു പോകും. വെള്ളം കുടിക്കാതിരുന്നാൽ നിങ്ങളുടെ ശരീരത്തിന് പ്രശ്നം ഉണ്ടാകും. 1/2 മിനിറ്റ് ഇതൊന്ന് അടച്ചു പിടിച്ചാൽ അല്ലേ, നമുക്ക് പിന്നെ അടച്ചു പിടിക്കാൻ നമ്മൾ ഉണ്ടാവില്ല, മരണപ്പെടും. അപ്പൊ പഞ്ചഭൂതാത്മകമായി ശരീരത്തിൽ നിലനിർത്തുന്നത് ഈശ്വരീയ ശക്തിയായ പഞ്ചഭൂതങ്ങൾ തന്നെയാണ്. അപ്പൊ ഈ ഒരു ബോഡിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫിസിക്കൽ ബോഡി. കൈയും കാലും മൂക്കും ചെവിയും കണ്ണും ഒക്കെയുള്ള ഈ ബാഹ്യ ശരീരവും ഹൃദയവും തലച്ചോറും ആർട്ടറീസും വെയിൻസും ഗ്ലാൻസും ഒക്കെയുള്ള ആന്തരിക ശരീരങ്ങൾ, ആന്തരിക അവയവങ്ങളും കൂടിയ ഈ മനുഷ്യ ശരീരം, ഇതിനെ സ്ഥൂല ശരീരം എന്ന് ഋഷി വിളിച്ചു. ഇത് കൂടാതെ നമുക്ക് മറ്റൊരു തലമുണ്ട്. അതറിയപ്പെടുന്നത് ആസ്ട്രൽ ബോഡി അല്ലെങ്കിൽ സൂക്ഷ്മ ശരീരം എന്നാണ്. ഇതിനപ്പുറമായി മറ്റൊരു തലത്തെപ്പറ്റി യോഗിമാർ പറയുന്നു, കാരണ ശരീരം എന്ന് പറയുന്നു. അപ്പോൾ സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം എന്ന് പറയും. സൂക്ഷ്മ ശരീരത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ എന്താണ് സൂക്ഷ്മ ശരീരം എന്ന് ചോദിച്ചാൽ, ഈ ഫിസിക്കൽ ബോഡി നമുക്ക് ടച്ച് ചെയ്യാം, കാണാൻ സാധിക്കും. ആസ്ട്രൽ ബോഡിയെ ബാഹ്യമായ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാൻ സാധ്യമല്ല. അത് ആന്തരികമായ ധ്യാനത്തിലൂടെ നമ്മൾ അറിയേണ്ടതാണ് ഈ ഒരു തലം. പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം എന്നീ 3 ചൈതന്യങ്ങൾ, ശക്തികൾ നിറഞ്ഞതാണ് നമ്മുടെ ആസ്ട്രൽ ബോഡി എന്ന് പറയുന്നത്. അപ്പൊ വായു നമുക്ക് കാണാൻ സാധ്യമല്ല, പക്ഷെ വായു ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ആസ്ട്രൽ ബോഡിയെ ഞാൻ കണ്ടിട്ടില്ല എന്നതുകൊണ്ട് ആസ്ട്രൽ ബോഡി ഇല്ല എന്നർത്ഥമില്ല. വായുവിനെ ഞാൻ കാണുന്നില്ല, പക്ഷെ ഞാൻ ജീവിക്കുന്നില്ലേ? അപ്പൊ എന്നെ ജീവിപ്പിക്കുന്ന ശക്തി ഏതാണ്? വായുവാണ്, അതിന്റെ ഉള്ളിലെ ഓക്സിജനാണ്. ആസ്ട്രൽ ബോഡിയെ ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് അതില്ല എന്നർത്ഥമില്ല. അപ്പൊ നിങ്ങൾ അമേരിക്കക്ക് പോയിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് പറയാൻ പറ്റുമോ അമേരിക്കയില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ? അമേരിക്കക്ക് പോയ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവിടെയുണ്ട്. പക്ഷെ അമേരിക്കയിലേക്ക് പോകാനുള്ള മാർഗം വ്യത്യസ്തമാണ്. നിങ്ങളുടെ ആസ്ട്രൽ ബോഡിയിലേക്ക് നിങ്ങൾക്ക് കടക്കണമെങ്കിൽ ഡീപ്പ് മെഡിറ്റേഷൻ വേണം. ആ ഡീപ്പ് മെഡിറ്റേഷൻ വഴി നമ്മുടെ ഉള്ളിലെ ഈ ഒരു ആസ്ട്രൽ ബോഡിയെ നമുക്ക് ദർശിക്കാനാവും. അതിന്റെ തന്നെ മറ്റൊരു ഉയർന്ന തലമാണ് കാരണ ശരീരം എന്ന് പറയുന്നത്. അപ്പോൾ സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം എന്ന 3 തലത്തിൽ ശരീരത്തെ പറയുന്നുണ്ട്. ഇത് തന്നെ കുറെ കൂടി ഡെപ്തായി
പഞ്ചമാന കോശങ്ങൾ അല്ലെങ്കിൽ പഞ്ചകോശങ്ങൾ എന്ന രീതിയിൽ പറയുന്നു. അത് അന്നമയ കോശം, അതായത് ഫിസിക്കൽ ബോഡി, പ്രാണമയ, മനോമയ, വിജ്ഞാനമയ കോശങ്ങൾ അടങ്ങിയ മറ്റ് 3 തലങ്ങൾ. അതിനെ നമ്മൾ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നു. കാരണ ശരീരം അല്ലെങ്കിൽ ആനന്ദമയ കോശം എന്ന് പറയുന്നു. അപ്പൊ ശരീരം എന്ന് പറയുമ്പോൾ യോഗ ഭാഷയിൽ ത്രിമാന ശരീരങ്ങളായും പഞ്ചമാന ശരീരങ്ങളായിട്ടും പറയുന്നു. സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം, ത്രിമാന ശരീരങ്ങളായിട്ട് പറയുന്നു. അതിനെ കുറെ കൂടി ഡീപ്പായി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം എന്ന് പറയുന്നു. അപ്പൊ യോഗ കേവലം സ്വാധീനിക്കുന്നത് നിങ്ങളുടെ ബാഹ്യ ശരീരത്തെ മാത്രമല്ല, നിങ്ങളുടെ സ്ഥൂല ശരീരത്തെയും സൂക്ഷ്മ ശരീരത്തെയും കാരണ ശരീരത്തെയും ആരോഗ്യകരമാക്കാൻ സാധിക്കുന്ന വിദ്യയാണ് യോഗ. നമ്മുടെ യോഗയിൽ വിവിധങ്ങളായിട്ടുള്ള പരിശീലനങ്ങളുണ്ട്. ഇപ്പൊ യോഗ വ്യായാമങ്ങള്, യോഗാസനങ്ങള്, യോഗബന്ധങ്ങള്, യോഗമുദ്രകള്, അതുപോലെ പ്രാണായാമ മെത്തേഡുകള്, മന്ത്രയോഗ മെത്തേഡുകള്, ധ്യാനയോഗ മെത്തേഡുകള്, വ്യത്യസ്തമായിരിക്കുന്ന പ്രാർത്ഥന വിദ്യകള്, ശക്തിവർദ്ധക ക്രിയകളൊക്കെ അടങ്ങിയ വളരെ വലിയ ഒരു ശാസ്ത്രമാണ് യോഗ. അപ്പൊ യോഗ ഇത്തരത്തിൽ നിങ്ങളുടെ ശാരീരികമായ തലത്തെ ഏറ്റവും അധികം ഊർജ്ജസ്വലമാക്കാൻ സാധിക്കും. അതിനുള്ള സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡുകളുണ്ട്. അതുവഴി സ്ഥൂല, സൂക്ഷ്മ, കാരണതലങ്ങൾ എനർജൈസ് ചെയ്യും എന്ന് തന്നെയാണ് യോഗിമാർ പറയുന്നത്. ക്രിയകളും ആസനങ്ങളും ഇത് തമ്മിലുള്ള ഒരു ബന്ധം, യോഗയിൽ പരാമർശിക്കപ്പെടുന്ന യോഗക്രിയകളും ആസനങ്ങളും ആയിട്ടുള്ള ബന്ധം എന്താണെന്ന് ഉള്ളതാണ് ചോദ്യം. നമ്മൾ യോഗക്രിയകൾ എന്ന് പറയുമ്പോൾ നേതി, നൗളി, ദൗതി, ബസ്തി, കപാലപാതി, ത്രാടകം, ഷഡ്ക്രിയകളാണ് നമ്മൾ യോഗക്രിയകൾ എന്ന് പൊതുവെ പറയുന്നത്. ഇത് നേതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ കണ്ടു കാണും. നേതി പൊതുവെ 2 തരത്തിൽ നമ്മൾ പറയാറുണ്ട്. സൂത്ര നേതിയുണ്ട്, ജല നേതിക്രിയുണ്ട്. അതായത് നമ്മളുടെ നേസൽ പാസേജസിനെ, ആ ഒരു മാർഗത്തെ, നമ്മളുടെ ഈ തലയുടെ ഏറ്റവും മുന്നിലുള്ള ഭാഗങ്ങളെ ക്ലെൻസ് ചെയ്യുന്നതിനുള്ള മെത്തേഡുകളാണ്. നമ്മളുടെ നാസ്വാരന്ധ്രവും നമ്മളുടെ ശിരോഭാഗങ്ങളെയും അവിടെയുള്ള കഫത്തെ, പൊടിപടലങ്ങളെ പുറന്തള്ളിക്കൊണ്ട് ആ ഭാഗങ്ങളെ ക്ലെൻസ് ചെയ്യുന്നതിനുള്ള ഒരു മെത്തേഡായിട്ടാണ് നമ്മൾ ഈ ജലനേതിയും സൂത്രനേതിയും ഉപയോഗിക്കുന്നത്. ഇപ്പൊ സൈനസൈറ്റീസ് പോലെയുള്ള പ്രോബ്ലങ്ങൾക്ക്, മൈഗ്രെയിൻ, നിരന്തരമായിട്ടുണ്ടാകുന്ന മൈഗ്രെയിനൊക്കെ ഏറ്റവും നല്ല ഒരു മെത്തേഡ് കൂടിയാണ് ഈ ജലനേതിക്രിയ അല്ലെങ്കിൽ സൂത്രനേതിക്രിയ. ഒരു ചരട് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ക്രിയയാണത്. അല്ലെങ്കിൽ ജലനേതി ചെയ്യുന്നതിനുള്ള ഒരു പോട്ടുണ്ട്, അത് ഉപയോഗിച്ചും ചെയ്യും. അതിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ: നിങ്ങളുടെ നാസ്വാരന്ധ്രത്തെ, അതുപോലെ തന്നെ തലയുടെ ആ ഒരു ഭാഗങ്ങളെ, അവിടെയുള്ള കഫങ്ങളെ, പൊടിപടലങ്ങളെ പുറന്തള്ളിക്കൊണ്ട് ആ ഭാഗങ്ങളെ ആരോഗ്യകരമാക്കുക എന്നുള്ളതാണ് നേതിക്രിയ എന്ന് പറയും. ധൗതി, വസ്ത്രധൗതിയുമുണ്ട്, ജലധൗതിയുമുണ്ട്. ധൗതി എന്ന് വെച്ചാൽ ജലധൗതിയിൽ നമ്മൾ ജലം, അത് ചെറു ചൂടോടെയുള്ള ഉപ്പിട്ട ചെറിയ ജലം ഉള്ളിലേക്ക് കുടിച്ചിട്ട് നമ്മളതിനെ പുറത്തേക്ക് വൊമിറ്റ് ചെയ്യുന്ന ഒരു ക്രിയയാണ് ജലധൗതി എന്ന് പറയുന്നത്. വസ്ത്രധൗതി, ഒരു വസ്ത്രം, ഒരു വെളുത്ത ഒരു വസ്ത്രം നമ്മൾ വിഴുങ്ങിയിട്ട് അതിനെ പുറത്തേക്ക് എടുത്തിട്ട് വൊമിറ്റ് ചെയ്യുന്നു. ഇതൊക്കെ ഒരു ആചാര്യന്റെ കീഴിൽ പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഉദ്ദേശം എന്താണ്? നിങ്ങളുടെ അന്നനാളത്തെ ശുദ്ധീകരിക്കുക, വയറിനെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് ധൗതിക്രിയയുടെ ഉദ്ദേശം. നേതിക്രിയ നിങ്ങളുടെ നാസാരന്ധ്രത്തെയും ആ തലയോടിന്റെ മുൻഭാഗങ്ങളെയും ഒക്കെ ക്ലെൻസ് ചെയ്യുമ്പോൾ, ഈ ധൗതിക്രിയ നിങ്ങളുടെ അന്നനാളത്തെ, ആമാശയത്തെയും അന്നനാളത്തെയും ക്ലെൻസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. മറ്റൊന്നാണ് നൗളിക്രിയ എന്ന് പറയും. നൗളി, അതായത് നിങ്ങൾ കണ്ടു കാണും ചില വീഡിയോസിലൊക്കെ നമ്മുടെ വയറിനെ ഒരു പ്രത്യേക രീതിയിൽ റൊട്ടേറ്റ് ചെയ്ത് അതിനെ വലത്തേക്കും ഇടത്തേക്കും ഒക്കെ ചലിപ്പിച്ചുകൊണ്ട് നമ്മുടെ ചെറുകുടലിനെയും വൻകുടലിനെയും ഒക്കെ ഊർജ്ജസ്വലമാക്കുകയും അതുവഴി നല്ല ആരോഗ്യം പ്രദാനം ചെയ്യാൻ സഹായിക്കുന്നതാണ് നൗളിക്രിയ എന്ന് വിളിക്കുന്നത്. അത് നമുക്കുണ്ടാകുന്ന അസിഡിറ്റി, മലബന്ധം, ഗ്യാസ് ട്രബിൾ, നമ്മുടെ വൻകുടലിൽ ഉണ്ടാകുന്ന പല പല പ്രശ്നങ്ങളെയും ഒക്കെ പരിഹരിക്കാനായിട്ട് ഈ നൗളിക്രിയ വളരെ പ്രാധാന്യത്തോടെ നമുക്ക് അനുഷ്ഠിക്കാൻ കഴിയും. ആമാശയത്തിന്റെ ശക്തി വളരെയധികം വർദ്ധിപ്പിക്കും. നമ്മളുടെ ജഠരാഗ്നി വളരെയധികം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ക്രിയ കൂടിയാണ് നൗളി എന്ന് പറയുന്നത്. മറ്റൊന്നാണ് ബസ്തിക്രിയ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ എനിമ കൊടുക്കുക എന്ന് പറയും. അതായത് നമ്മുടെ ഉള്ളിലുള്ള നാളുകളായിട്ടുള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മലത്തെ, വൻകുടലിൽ വന്നു ചേർന്നിരിക്കുന്ന മലത്തെ പൂർണ്ണമായും പുറന്തള്ളിക്കൊണ്ട് ആ വൻകുടലിനെ പൂർണ്ണമായും ക്ലെൻസ് ചെയ്യുന്ന
ക്രിയയായിട്ട് ബസ്തി ക്രിയയെ നമ്മൾ പറയാറുണ്ട്. മറ്റൊന്നാണ് കപാലപാതി. കപാലപാതി പ്രധാനമായും ശ്വാസകോശത്തിനെ ശുദ്ധീകരിക്കലാണ്. ശ്വാസത്തെ ഉപയോഗിച്ചുകൊണ്ട് ശ്വാസകോശത്തെയും ശ്വാസനാളത്തെയും ഒക്കെ ശുദ്ധീകരിക്കുകയും അതിന്റെ ശക്തിയെ വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് കപാലപാതി എന്ന് പറയുന്ന ക്രിയ. മറ്റൊന്നാണ് ത്രാടകം. ത്രാടകം പ്രധാനമായും നമ്മളുടെ കണ്ണിന്റെ കേന്ദ്രീകരണം, ഒരു വസ്തുവിലേക്കുള്ള കേന്ദ്രീകരണം അത് വർദ്ധിപ്പിക്കുക, അതുവഴി നമ്മളുടെ മനസ്സിന്റെ ഏകാഗ്രത വർദ്ധിപ്പിക്കുകയാണ്. ത്രാടകങ്ങൾ അനേകം ത്രാടകങ്ങളുണ്ട്. സൂര്യത്രാടകം, ചന്ദ്രത്രാടകം, ചുവന്ന പൊട്ട് ത്രാടകം, അഗ്നിത്രാടകം, ജലത്രാടകം, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ത്രാടക ക്രിയകളെ പറ്റി പറയാം. അപ്പൊ ഇവിടെ ഈ പറയുന്ന ഷഡ്ക്രിയകളെല്ലാം തന്നെ നേതി, നൗളി, ദൗതി, ബസ്തി, കപാലപാതി, ത്രാടകം, ഇതെല്ലാം തന്നെ നമ്മളുടെ ആന്തരികമായ അവയവങ്ങളെ അതോടൊപ്പം തന്നെ നമ്മളുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്നതിനുള്ള ക്രിയകളാണ്. ശുദ്ധീകരണ ക്രിയകളായിട്ടാണ് അതിനെ പറയുക. പിന്നീട് നമ്മൾ യോഗാസനങ്ങളിലേക്ക് വരുന്നു. പണ്ട് കാലങ്ങളിൽ നമ്മൾ ഗുരുകുലങ്ങളിൽ പഠിക്കാൻ പോയാൽ യമനിയമാദികളൊക്കെ പാലിച്ചുകൊണ്ട് ഗുരുകുലത്തിൽ പഠിക്കാൻ ചെന്നിട്ട് ഈ ആസനങ്ങളൊക്കെ പരിശീലിക്കുന്നതിനൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഷഡ്ക്രിയകൾ കൂടി നമ്മളെ പഠിപ്പിക്കും. ഇതെല്ലാം പരസ്പരം കണക്റ്റഡ് ആണ്. ഇപ്പൊ നിങ്ങൾ നല്ല രീതിയിൽ പ്രാണായാമം ചെയ്യണമെങ്കിൽ ഒന്ന് ശ്വാസകോശത്തിന് ശക്തി ഉണ്ടാവണം, വേണ്ടേ? ശ്വാസകോശത്തിന് ശക്തിയില്ലാതെ നമുക്ക് ഒരിക്കലും പ്രാണായാമം പരിശീലിക്കാൻ സാധ്യമല്ല. നിങ്ങളുടെ വയറിന് എന്നും പ്രശ്നമുള്ള ഒരാളാണ്, അത്തരത്തിൽ ആന്തരികമായി ആമാശയത്തിന്റെ പ്രശ്നം കൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് യോഗ നന്നായിട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ ആയുർവേദത്തിൽ ചില മരുന്നുകളൊക്കെ കഴിക്കുന്നതിന് മുമ്പ് വയറിളക്കി കോഷ്ടശുദ്ധി വരുത്തുന്നത് പോലെ ഈ നേതി, നൗളി, ദൗതി, ബസ്തി, കപാലപാതി, ത്രാടകം തുടങ്ങിയ ക്രിയകൾ യോഗാസനങ്ങൾക്കൊപ്പം കൂടി പരിശീലിച്ചാൽ, യോഗയ്ക്ക് ഒപ്പം കൂടി പരിശീലിച്ചാൽ ഒന്ന് ആന്തരികമായ നമ്മുടെ തലങ്ങളെല്ലാം ശുദ്ധീകരിക്കപ്പെടും. യോഗാസനങ്ങളൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ നമുക്ക് കഴിയും. അപ്പൊ ഷഡ്ക്രിയകളും യോഗാസനങ്ങളുമായിട്ട് വളരെ കണക്റ്റഡ് ആണ്. ഷഡ്ക്രിയകളിലൂടെ നല്ല രീതിയിൽ യോഗാസനങ്ങൾ ചെയ്യാനായിട്ട് സഹായിക്കും. യോഗാസനങ്ങൾ അതിനെ തിരിച്ചും സ്വാധീനിക്കും. ഇപ്പോൾ പറയുന്ന ജലനേധി ചെയ്യണമെങ്കിലും ദൗതിക്രിയ ചെയ്യണമെങ്കിലും കപാലപാതി ചെയ്യണമെങ്കിലും ഒന്ന് ശാരീരികമായ കരുത്ത് വേണം. യോഗാസനങ്ങൾ പ്രധാനമായും ശരീരത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അർദ്ധമേരുദണ്ഡാസനം നന്നായി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മേരുദണ്ഡം, നട്ടെല്ല് ശക്തമാകും, വയറിന്റെ ഭാഗങ്ങൾ ശക്തമാകും, ശരീരത്തിന്റെ ഊർജ്ജം കൂടും, അകാരണമായി ഉണ്ടാകുന്ന ക്ഷീണത്തെ നമുക്ക് പുറന്തള്ളാൻ കഴിയും. ശലഭാസനം പോലെയുള്ള ആസനങ്ങൾ, അതുപോലെ അനന്താസനം പോലെയുള്ള ആസനങ്ങൾ, വിവിധങ്ങളായിട്ടുള്ള ആസനങ്ങൾ ഇതേ ഷഡ്ക്രിയകൾ ചെയ്യുന്ന ഇതേ കഴിവ് തന്നെ, ഇതേ ഗുണം തന്നെ നമുക്ക് പലതും പ്രദാനം ചെയ്യും. ബാഹ്യവും ആന്തരികവുമായിട്ടുള്ള തലങ്ങളെ ശക്തിപ്പെടുത്തും. അപ്പൊ ഷഡ്ക്രിയകളും യോഗാസനങ്ങളും യോഗയിൽ പറയുന്ന മറ്റെല്ലാ പരിശീലനങ്ങളും പരസ്പരം കണക്റ്റഡ് ആണ് എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. നാഡികളുമായി യോഗയ്ക്കുള്ള ബന്ധം. നാഡികളുമായി യോഗ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. നാഡികൾ എന്ന് നമ്മൾ പറയുമ്പോൾ സ്ഥൂല നാഡികളുമുണ്ട്, സൂക്ഷ്മ നാഡികളുമുണ്ട്. നമ്മൾ പൊതുവേ നമ്മളുടെ ശരീരത്ത് കാണുന്ന നാഡീ ഞരമ്പുകൾ എന്ന് പറയുന്നത് ബാഹ്യ നാഡികളായിട്ട് നമ്മൾ പെടുത്തുന്നു. ആന്തരികമായ നാഡീ സംവിധാനങ്ങൾ നമുക്കുണ്ട്. അതായത് ബാഹ്യ ശരീരത്തും ആന്തരിക അവയവങ്ങളിലുമൊക്കെ വ്യാപിച്ചു കിടക്കുന്നതാണ് നാഡികൾ എന്ന് പറയുന്നത്. യോഗയിൽ സ്ഥൂലനാഡി പറഞ്ഞു, സൂക്ഷ്മനാഡി പറഞ്ഞു. ബാഹ്യാന്തരിക ശരീരങ്ങളിൽ വ്യാപിച്ചിരിക്കുന്ന സ്ഥൂലനാഡികളെ പോലെ തന്നെ സൂക്ഷ്മ ശരീരത്തെ കണക്ട് ചെയ്യുന്ന നാഡികളുണ്ട്. ഇപ്പൊ നമ്മളുടെ നാഡീ ഞരമ്പുകൾ, ഇപ്പൊ ഞരമ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം രക്തം ഒഴുകുന്ന ഭാഗമാണ് നമ്മുടെ ഞരമ്പ് എന്ന് പറയുന്നത്. അതേപോലെ സൂക്ഷ്മ ശരീരത്തിലും നാഡികളുണ്ട്. അവിടെ ഒഴുകുന്നത് സൂക്ഷ്മ ശക്തിയായിട്ടുള്ള പ്രാണനാണ്. ബാഹ്യ ശരീരത്ത് രക്തമുള്ളതുപോലെ സൂക്ഷ്മ ശരീരത്തിലെ നാഡി കൂടുതൽ കണക്റ്റഡ് ആകുന്നത് പ്രാണനുമായിട്ടാണ്. പ്രാണൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ജീവിപ്പിക്കുന്ന, നയിക്കുന്ന ദൈവികമായ ശക്തിവിശേഷമാണ് പ്രാണൻ എന്ന് പറയുന്നത്. ഈ പ്രാണശക്തി അനുനിമിഷം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു, നമ്മളുടെ ശരീരത്തെ ജീവിപ്പിക്കുന്ന ശക്തി, നിങ്ങളുടെ തലച്ചോറിനെ പ്രവർത്തിപ്പിക്കുന്ന ശക്തി, കണ്ണിന് കാഴ്ച നൽകുന്ന ശക്തി, ചെവിക്ക് കേൾവി നൽകുന്ന ശക്തി, കഴിക്കുന്ന ആഹാരത്തെ ദഹിപ്പിക്കുന്നതായിട്ടുള്ള ശക്തി, ഇതെല്ലാം സൂക്ഷ്മശക്തിയായിട്ടുള്ള പ്രാണനാണ്. പ്രാണൻ ദൈവികമായ എനർജിയാണെന്ന് പറയുന്നു. ഈ പ്രാണൻ നമ്മളുടെ ശരീരത്തിന്റെ 6 കേന്ദ്രങ്ങളിൽ കൂടുതൽ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. സൂക്ഷ്മശക്തിയായ പ്രാണൻ നമ്മളുടെ ആസ്ട്രൽ ബോഡിയിൽ, സൂക്ഷ്മ ശരീരത്തിൽ 6 കേന്ദ്രങ്ങളിൽ കൂടുതൽ ശക്തമായിട്ട് നിലനിൽക്കുന്നു. ഈ 6 കേന്ദ്രങ്ങളെ ഋഷി വിളിക്കുന്ന പേര് ഷഡ്ചക്രങ്ങൾ അല്ലെങ്കിൽ ഷഡാധാര ചക്രങ്ങൾ എന്നുള്ളതാണ്. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്നീ 6 ചക്രങ്ങളുണ്ട്. നമ്മൾ പണ്ട് വീട്ടിലൊക്കെ നാമകീർത്തനങ്ങൾ ചൊല്ലുന്ന സമയത്ത്
ചൊല്ലുന്ന ഒരു കീർത്തനമുണ്ട്. ഇപ്പൊ എന്റെയൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിൽ ഞാൻ അമ്മയോടൊപ്പം ഇരുന്ന് ചൊല്ലിയ ആ നാമം ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പക്ഷെ അത് പിന്നീട് ആണ് മനസ്സിലാകുന്നത് ഇത്രയും വലിയ കുണ്ഡലിനി യോഗ രഹസ്യമാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരുന്നത് എന്ന് പിന്നീട് അതേപറ്റി പഠിച്ചപ്പോഴാണ് മനസ്സിലായത്. വളരെ പ്രശസ്തമായിട്ടുള്ളൊരു കീർത്തനമുണ്ട്. നിങ്ങൾ വൈക്കത്തപ്പനെ, വൈക്കം മഹാദേവനെ സ്തുതിക്കുന്ന ഒരു കീർത്തനം കേട്ടിട്ടുണ്ടാകും. നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിധി നടുവിൽ ഞാൻ നരകത്തിൽ നിന്നു കരകയറ്റിയിടേണം തിരുവൈക്കം വാഴും ശിവശംഭോ. അത് നിങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചാൽ അറിയാൻ കഴിയും. അതിന്റെ ഏറ്റവും അവസാന 4 വരികളിൽ പറയുന്നത് കുണ്ഡലിനി യോഗ രഹസ്യമാണ്, ചക്രരാജയോഗ രഹസ്യമാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. അവസാന 4 വരികൾ, എളുപ്പമായുള്ള വഴിയെ കാണുമ്പോൾ ഇടയ്ക്കിടെ 6 പടിയുണ്ട്, പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ. 6 പടികൾ കടക്കണം. ഇതാണ് നേരത്തെ പറഞ്ഞ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ. പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ 7ാമത് സഹസ്രാരയിൽ പരമശിവബോധം കുടികൊള്ളുന്നു എന്നാണ് പറയുക. അപ്പൊ ഇവിടെ നാഡികൾ എന്ന് പറയുമ്പോൾ സ്ഥൂല ശരീരത്തിൽ രക്തമൊഴുകുന്നതും ഊർജ്ജമൊഴുകുന്നതുമായിരിക്കുന്ന നാഡീ സംവിധാനങ്ങൾ ഉള്ളതുപോലെ തന്നെ നമ്മളുടെ ആസ്ട്രൽ ബോഡിയിലും നാഡികളുണ്ട്. ഈ ആസ്ട്രൽ ബോഡിയിലെ നാഡികൾ ഒന്നു ചേരുന്ന 6 കേന്ദ്രങ്ങളുണ്ട്, 6 ജംഗ്ഷനുകളുണ്ട്. ആ ജംഗ്ഷനുകളെ വിളിക്കുന്ന പേരാണ് 6 ചക്രങ്ങൾ, ഷഡാധാര ചക്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ ഉണർത്തലാണ് നമ്മളുടെ ഈ ഉള്ളിലുള്ള ഈ എനർജിയെ ഉണർത്തുന്ന വിദ്യകളാണ് കുണ്ഡലിനി ക്രിയകൾ അല്ലെങ്കിൽ കുണ്ഡലിനി രാജയോഗ മെത്തേഡുകൾ എന്ന് നമ്മൾ പറയുന്നത്. നമ്മുടെ പല ഗ്രന്ഥങ്ങളിലും അതിനെപ്പറ്റിയുള്ള പരാമർശങ്ങൾ കാണാം. ഇപ്പൊ വളരെ പ്രശസ്തമായ ലളിതാ സഹസ്രനാമത്തിൽ ഇതേ ചക്രരാജ രഹസ്യത്തെ പറ്റി പറയുന്നുണ്ട്. മൂലാധാരൈക നിലയ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി മണിപൂരാന്ധരുദിത വിഷ്ണുഗ്രന്ഥി വിഭേദിനി ആജ്ഞാചക്രാന്തരാളസ്ഥ രുദ്രഗ്രന്ഥി വിഭേദിനി. ഗ്രന്ഥിത്രയങ്ങളെ പറ്റി ലളിതാ സഹസ്രനാമം പറയുന്നു. അങ്ങനെ നമ്മളുടെ പല ഗ്രന്ഥങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിലെല്ലാം ചക്രരാജ രഹസ്യം, കുണ്ഡലിനി യോഗ രഹസ്യം പറയുന്നുണ്ട്. അതായത് മനുഷ്യൻ കേവലം ചീഞ്ഞളിഞ്ഞു പോകേണ്ട ഒരു ബാഹ്യ ശരീരം മാത്രമല്ല, അതിനപ്പുറമായി ഈശ്വരീയ ബോധത്തിലേക്ക്, ശിവബോധത്തിലേക്ക് പരിണമിക്കാനുള്ള ദിവ്യമായ ശക്തിവിശേഷങ്ങൾ അടങ്ങിയ ആസ്ട്രൽ ബോഡിയും അതിലെ അതിമഹത്തായ 6 ചക്രങ്ങളും എനർജി സെന്ററുകളും നമുക്കുണ്ടെന്നാണ് പറയുക. അപ്പൊ ഇതിനെ ഉണർത്താൻ നമ്മൾ പഠിക്കണം. ഇപ്പൊ എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ ഈ ദിവ്യമായിട്ടുള്ള ശക്തിവിശേഷമുണ്ട്. പക്ഷെ നമ്മളത് അന്വേഷിച്ചാൽ മാത്രമേ കണ്ടെത്താൻ കഴിയൂ. നമ്മൾ കേട്ടിട്ടുണ്ട്, അന്വേഷിപ്പിൻ കണ്ടെത്തും. പലരും ചോദിക്കാറുണ്ട്, എന്റെ ഉള്ളിൽ ഈശ്വരൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ എവിടെയാണ്? നിന്റെ ഉള്ളിൽ എന്ന് മാത്രമല്ല, സർവ്വതിലും ഈശ്വരൻ നിറഞ്ഞു നിൽക്കുന്നു. പക്ഷെ അതിനെ അറിയണമെങ്കിൽ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് പോകണം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, തൈര് എന്ന് വിളിക്കുന്ന വിശിഷ്ടമായിരിക്കുന്ന വസ്തുവിൽ വെണ്ണയുണ്ട്. പക്ഷേ അതെടുക്കണമെങ്കിൽ അതിനൊരു പ്രോസസ് ഉണ്ട്. തൈരിനെ ഒരു കടകോൽ കൊണ്ട് നമുക്ക് കടയണം. കടകോൽ കൊണ്ട് നമ്മൾ അതിനെ കടഞ്ഞില്ലെങ്കിൽ എന്ത് കിട്ടില്ല? തൈരിൽ നിന്ന് വെണ്ണ നമുക്ക് കിട്ടില്ല. അപ്പൊ ഓരോ മനുഷ്യരുടെയും ഉള്ളിൽ അനന്തകോടി സൂര്യപ്രഭയോടെ പരമേശ്വരന്റെ ദിവ്യമായ ശക്തിവിശേഷങ്ങൾ കുടികൊള്ളുന്നു എന്നാണ് യോഗിമാര് പറയുക. പക്ഷെ അതിനെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ തൈരിനെ കടകോൽ കൊണ്ട് കടയുന്നത് പോലെ യോഗക്രിയകൾ അനുഷ്ഠിക്കണം. അങ്ങനെ ഉള്ളിലേക്ക് നമുക്ക് പോകാൻ കഴിയണം. അങ്ങനെ ഉള്ളിലേക്ക് പോയാൽ ഞാൻ ആരാണ് എന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയും. നമ്മൾ കേട്ടിട്ടുണ്ട്, അഹം ബ്രഹ്മാസ്മി, അയമാത്മാ ബ്രഹ്മ, പ്രജ്ഞാനം ബ്രഹ്മ. 18 പടികൾ കയറി ശബരിമലയിൽ ചെല്ലുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് തത്വമസി. അതായത് ഈശ്വരനെ തേടി അവിടെ എവിടെയെന്ന് നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മളുടെ ഉള്ളിലേക്ക് തന്നെ നോക്കാൻ പഠിക്കുക. ജീവിതത്തിൽ ഒരു അരമണിക്കൂർ സമയം, 1 മണിക്കൂർ സമയം നിത്യവും ധ്യാനം ചെയ്യുക. തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിലെ അനന്തകോടി ശക്തികളെ നമുക്ക് കണ്ടെത്താൻ കഴിയും. അത് കേവലം ആത്മീയമായ പുരോഗതി മാത്രമല്ല നൽകുന്നത്, എല്ലാ തരത്തിലും, ഭൗതിക തലത്തിലും ആത്മീയ തലത്തിലും നമ്മളെ അത് ഉണർത്തിക്കൊണ്ടുവരും, ഉയർത്തിക്കൊണ്ടുവരുമെന്നാണ് യോഗിമാർ പറയുക. അപ്പൊ നാഡികൾ സ്ഥൂലനാഡികളെ പോലെ തന്നെ സൂക്ഷ്മനാഡികളുണ്ട്. സൂക്ഷ്മനാഡികൾ എന്ന് പറയുന്നത് പ്രാണൻ ഒഴുകുന്ന ശക്തി കേന്ദ്രങ്ങളാണ്. അത് ഒരുമിച്ച് ചേർന്ന 6 കേന്ദ്രങ്ങളുണ്ട്. അവയെ ഷഡാധാര ചക്രങ്ങൾ എന്ന് പറയുന്നു. അവയിൽ ഒഴുകുന്നത് ഈശ്വരീയ ശക്തിയായിട്ടുള്ള പ്രാണനാണ്. അപ്പൊ യോഗ ചെയ്താൽ സ്ഥൂല ശരീരവും സ്ഥൂലനാഡികളും, സൂക്ഷ്മ ശരീരവും സൂക്ഷ്മനാഡികളും, പ്രാണനും കുണ്ഡലിനിയും ഷഡാധാര ചക്രങ്ങളും ഒക്കെ നമുക്ക് ഊർജ്ജസ്വലമാക്കാൻ കഴിയും. ഭൗതികവും ആത്മീയവുമായ സമ്പൂർണ്ണ ജീവിത വിജയം നമുക്ക് നേടാൻ കഴിയും. സർ, ഒരു യോഗ വിദ്യാർത്ഥി അവന് പഠനത്തിന് വിധേയമാക്കേണ്ട അടിസ്ഥാന ഗ്രന്ഥങ്ങളെ കുറിച്ചൊന്ന്. ഒരു യോഗ വിദ്യാർത്ഥി അടിസ്ഥാനപരമായി വായിച്ചിരിക്കേണ്ട ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം. തികച്ചും വായന വളരെ വലിയൊരു
അറിവാണ്, അല്ലെ? അറിവ് നൽകുന്നതാണ് വായന. വായിച്ചാൽ വളരും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, വായിച്ചില്ലെങ്കിൽ വളയും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ വായന നമ്മളുടെ ബുദ്ധിശക്തിയുടെ വികാസത്തിന് നമ്മളെ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. ഒരു യോഗ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വായന ആവശ്യമാണ്. പരന്ന വായനയല്ല, ആഴത്തിലുള്ള വായനയാണ് നമുക്ക് വേണ്ടത്. പരത്തി വായിക്കുകയല്ല, ആഴത്തിൽ വായിക്കണം. എന്തൊക്കെ വായിക്കണം? നമുക്കിപ്പോൾ ബ്രഹ്മസൂത്രങ്ങളും അനേകം ഉപനിഷത്തുക്കളും ചതുർവേദങ്ങളും ഒക്കെ നമുക്കുണ്ട്. പക്ഷെ നമ്മളുടെ തലത്തിൽ നിന്ന് നമുക്ക് എന്ത് ഉൾക്കൊള്ളാൻ കഴിയുന്നു, അതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇപ്പോൾ വായിച്ചാൽ മാത്രം നമ്മളുടെ ബ്രെയിനിൽ ഡെവലപ്പ് ചെയ്യുന്ന ചില കോശങ്ങളെപ്പറ്റി, ചില ന്യൂറോ സംവിധാനങ്ങളെപ്പറ്റി ഇന്നത്തെ ആധുനിക ലോകം പറയുന്നുണ്ട്, ആധുനിക ശാസ്ത്രം പറയുന്നുണ്ട്. നമ്മളെന്നും ആഹാരം കഴിക്കുന്നത് പോലെ, വെള്ളം കുടിക്കുന്നത് പോലെ, 7-8 മണിക്കൂർ ഉറങ്ങുന്നത് പോലെ, എന്നും വ്യായാമം ചെയ്യുന്നത് പോലെ ദിവസം ഒരു 20 മിനിറ്റെങ്കിലും നമ്മൾ വായനയ്ക്കായി ഉപയോഗിക്കണം എന്നാണ് പറയുക. കാരണം വായന നമ്മളുടെ ആ ബ്രെയിനിന്റെ ആ ഒരു തലത്തെ ഉത്തേജിപ്പിക്കുന്നു. നമ്മൾ വായനയ്ക്ക് തിരഞ്ഞെടുക്കേണ്ട കാര്യങ്ങൾ നമ്മളെ ഉത്തേജിപ്പിക്കുന്നതായിരിക്കണം, നമുക്ക് ഊർജ്ജസ്വലത നൽകുന്നതായിരിക്കണം. വായനയും ഒരാഹാരമാണ്. നമ്മൾ കേവലം ഒരു ചോറ് കഴിക്കുന്നത് പോലെ, പുട്ട് കഴിക്കുന്നത് പോലെ വായിലേക്ക് നമ്മൾ ഭക്ഷണം ഇടുന്നുണ്ട്, അത് ദഹിപ്പിക്കുന്നുണ്ട്, പോഷകങ്ങളെ ശരീരം സ്വീകരിക്കുന്നുണ്ട്, നമ്മുടെ ശരീരം ആരോഗ്യപൂർവ്വം നിലനിൽക്കുന്നുണ്ട്. ആഹരിക്കുക എന്ന് പറഞ്ഞാൽ വായിലൂടെ മാത്രമുള്ളതല്ല ആഹാരം, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ സ്വീകരിക്കുന്നത് എന്തും ആഹാരമാണ്. വായന നിങ്ങളുടെ ബ്രെയിനിനുള്ള ആഹാരമാണ്, ബുദ്ധിശക്തി വികസനത്തിനുള്ള ആഹാരമാണ്. തികച്ചും യോഗ വിദ്യാർത്ഥി വായിക്കേണ്ട ഗ്രന്ഥങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥം മഹർഷി പതഞ്ജലി എഴുതിയ അഷ്ടാംഗ യോഗമാണ്. യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നിവയെക്കുറിച്ച് മഹർഷി എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഒരുപാട് വ്യാഖ്യാനങ്ങൾ നമുക്ക് കിട്ടും. അത് നമ്മൾ തീർച്ചയായിട്ടും വായനയ്ക്ക് ഉപയോഗിക്കണം. ഹഠയോഗ പ്രദീപിക വളരെ നല്ല ഒരു ഗ്രന്ഥമാണ്. സ്വാത്മാരാമ മഹർഷി രചിച്ച ഹഠയോഗ പ്രദീപിക നല്ലതാണ്. ശിവസംഹിത, ഖേരണ്ട സംഹിത പോലെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ കിട്ടും. പക്ഷെ ഇതിന്റെ ഭാഷ ചിലപ്പോൾ കടുകട്ടിയായിരിക്കും, പക്ഷെ അതിന് അനേക വ്യാഖ്യാനങ്ങൾ കിട്ടും. അതോടൊപ്പം തന്നെ ദിവസവും നല്ല നല്ല പുസ്തകങ്ങൾ, അതായത് സ്പിരിച്വാലിറ്റിയോട് നമ്മളെ ഏറ്റവും അധികം അടുപ്പിക്കുന്ന ഗ്രന്ഥങ്ങൾ. ഇപ്പോൾ ഒരു യോഗിയുടെ ആത്മകഥ എന്ന് വിളിക്കുന്ന വളരെ പ്രശസ്തമായൊരു ഗ്രന്ഥമുണ്ട്. നല്ല യോഗ വിദ്യാർത്ഥികൾ മസ്റ്റായിട്ട് വായിക്കേണ്ട ഒരു പുസ്തകം കൂടിയാണ് ഒരു യോഗിയുടെ ആത്മകഥ. പരമഹംസ യോഗാനന്ദൻ എഴുതിയ പുസ്തകമാണ്. യോഗയെപ്പറ്റി, അതിലെ തന്നെ ക്രിയായോഗത്തെ പറ്റി, അനേക ഗുരുക്കന്മാരെ പറ്റി, അവർ യോഗ ചെയ്തപ്പോഴുണ്ടായ പലതരത്തിലുള്ള അനുഭവങ്ങളെ പറ്റി, അനുഭൂതികളെ പറ്റി വളരെ സരളമായി പ്രതിപാദിച്ചിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. അതുപോലെ തന്നെ നിരവധി പുസ്തകങ്ങൾ നമുക്ക് കിട്ടും. ഇപ്പോ തപോഭൂമി ഉത്തർഖണ്ഡ് പോലെ, കൈലാസ മാൻസറോവർ യാത്ര പോലെ രാമചന്ദ്രൻ സാറിന്റെ നിരവധി പുസ്തകങ്ങളുണ്ട്. അപ്പൊ നമ്മളെ പ്രചോദിപ്പിക്കുന്ന, നമുക്ക് ഊർജം നൽകുന്ന, യോഗ എന്ന വിഷയത്തിലേക്ക് നമ്മളെ കൂടുതൽ കൂടുതൽ അടുപ്പിക്കുന്ന, കൂടുതൽ കൂടുതൽ അറിവുകൾ നേടുന്ന ഏത് പുസ്തകങ്ങളും, യോഗ കണക്റ്റഡ് ആയിട്ടുള്ള ഏത് പുസ്തകങ്ങളും വായിക്കാം. തീർച്ചയായിട്ടും ദിവസം ഒരു 20 സമയം നിങ്ങൾ വായനയ്ക്ക് ഉപയോഗിക്കണം. പരത്തി വായന പോരാ, ആഴത്തിൽ വായിക്കണം. വായിച്ചത് 2 പേജാണെങ്കിലും ശരി, അതിന്റെ ഷോർട്ട് നോട്ടുകൾ നിങ്ങൾ കുറിച്ചു വെക്കണം. അത് നാളെ നിങ്ങളൊരു യോഗ വിദ്യാർത്ഥിയാണെന്ന്, നാളെ ഒരു അധ്യാപകനാകുമ്പോൾ ആ ഷോർട്ട് നോട്ടുകൾ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടും. സർ, യോഗ തെറാപ്പിയെ കുറിച്ച് ഒന്ന് വിശദമാക്കുന്നു. യോഗ തെറാപ്പി എന്താണ്? നമുക്കറിയാം, തെറാപ്പി എന്ന് പറയുന്നത് ഒരു ചികിത്സയാണ്, അല്ലെ? യോഗ ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സ, യോഗ ചികിത്സ എന്ന് നമുക്കതിനെ പറയാം. ഇപ്പോ നമ്മളുടെ ചികിത്സാ സമ്പ്രദായങ്ങളിൽ അലോപ്പതി ഒരു ചികിത്സാ സമ്പ്രദായമാണ്, ആയുർവേദമുണ്ട്, ഹോമിയോപ്പതിയുണ്ട്, യുനാനിയുണ്ട്, സിദ്ധവൈദ്യമുണ്ട്. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള മെത്തേഡുകളുണ്ട്. നമ്മളിപ്പോൾ ആയുർവേദമാണെങ്കിലും അലോപ്പതി ആണെങ്കിലും ഇതിലൊക്കെ മെഡിസിൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുക. യോഗയ്ക്കും അതിനൊരു തെറാപ്പി വശമുണ്ട്, അതിനും ഒരു ചികിത്സാ വശമുണ്ട്. പക്ഷെ അത് ബാഹ്യമായ ഒരു മരുന്നുകളെയും ആശ്രയിക്കാതെയുള്ള സമ്പ്രദായമാണ്. അവിടെ നമ്മൾ കഴിക്കുന്ന ആഹാരം, അതുപോലെ നമ്മളുടെ ജീവിത രീതി, വ്യായാമ സമ്പ്രദായങ്ങൾ, ഇതൊക്കെ ഒരു പ്രത്യേക രീതിയിൽ ചിട്ടപ്പെടുത്തിയിട്ടാണ് യോഗ തെറാപ്പി പ്രവർത്തിക്കുന്നത്. അതായത് മനുഷ്യ ശരീരം ആരോഗ്യപൂർവ്വം നിലനിൽക്കണമെങ്കിൽ ചില നിയമങ്ങൾ യോഗ പറയുന്നു. ഒന്ന്, ശരിയായ ആഹാരം. അതായത് നമ്മൾ പറഞ്ഞു, മിതവും ഹിതവും പോഷകസമൃദ്ധവും അവനവന് അനുയോജ്യമായതും എളുപ്പം ദഹിക്കാവുന്നതും നമ്മളുടെ ശരീര പ്രകൃതത്തിന്, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിന്, കാലാവസ്ഥയ്ക്ക്
അനുസൃതമായ ആഹാര രീതി നമ്മൾ പിന്തുടരണം. അല്ല, ഇതാണ് ശരിയായ ആഹാരം എന്ന് നമ്മൾ പറയും. അതേപോലെ നമുക്ക് ശരിയായ വ്യായാമം വേണം. വ്യായാമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ബാഹ്യവും ആന്തരികവുമായ ശരീരാവയവങ്ങളെ സമ്പുഷ്ടമാക്കുന്നതും നിങ്ങളുടെ മനസ്സിന് ശാന്തി നൽകുന്നതും ബുദ്ധിയെ ജ്വലിപ്പിക്കുന്നതും നിങ്ങളെ ആത്മീയ തലത്തിലേക്ക് ഉയർത്തുന്നതുമായിരിക്കണം യഥാർത്ഥ വ്യായാമം എന്നുള്ളതാണ് യോഗയുടെ കാഴ്ചപ്പാട്. നിങ്ങൾ ജിംനേഷ്യത്തിൽ പോയാൽ അത് വളരെ നല്ലതാണ്, അത് തെറ്റാണെന്ന് പറയുന്നില്ല. ഏത് വ്യായാമവും നിങ്ങളെ ശാരീരികവും മാനസികവും ഒക്കെ ആയിട്ട് കരുത്തരാക്കും. യോഗയുടെ പ്രത്യേകത അത് ശരീരത്തെയും മനസ്സിനെയും ബുദ്ധിയെയും നിങ്ങളുടെ ഉള്ളിലെ ആത്മീയ തലത്തെയും ശക്തിപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അപ്പൊ മനുഷ്യനെ പറ്റി പറഞ്ഞു, ശരീരം, മനസ്സ്, ബുദ്ധി, ആത്മാവ്, 4 ഘടകങ്ങളുണ്ട്. യോഗ ചെയ്യുമ്പോൾ ശരീരവും മനസ്സും ബുദ്ധിയും ആത്മാവും നമ്മുടെ ടോട്ടൽ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് നമുക്കുണ്ടാകും. സമ്പൂർണ്ണ ജീവിത വിജയം ഉണ്ടാകും. സമ്പൂർണ്ണ വ്യക്തിത്വ വികാസം നമുക്കതിലൂടെ സൃഷ്ടിക്കാൻ കഴിയും. അപ്പൊ ശരിയായ ആഹാര രീതി പോലെ തന്നെ ശരിയായ വ്യായാമം വേണം. ഇന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പോലും പറയുന്നു, നിങ്ങൾ ഒരു ദിവസത്തിൽ 24 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള വ്യായാമങ്ങൾ ചെയ്യണം. ഇന്നത്തെ ആധുനികകാല മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം വ്യായാമരാഹിത്യമാണ്. നമുക്ക് സമയമില്ല വ്യായാമം ചെയ്യാൻ. ആ വ്യായാമത്തിന്റെ അഭാവം കൊണ്ടുണ്ടാകുന്ന അനേക രോഗങ്ങൾ നമുക്കുണ്ട്. അപ്പൊ യോഗ ശരിയായൊരു വ്യായാമമാണ്, ശാസ്ത്രീയമായ വ്യായാമമാണ്. ബാഹ്യ അവയവങ്ങളെയും ആന്തരിക അവയവങ്ങളെയും നാഡീ സംവിധാനങ്ങളെയും തലച്ചോറിനെയും ഹൃദയത്തെയും ശ്വാസകോശത്തെയും നമ്മുടെ അന്തസ്രാവ്യ ഗ്രന്ഥികളെയും ഹോർമോൺ ഉൽപാദനത്തെയും ഒക്കെ യോഗ സ്വാധീനിക്കുന്നു. ശരീരത്തെയും മനസ്സിനെയും യോഗ സ്വാധീനിക്കുന്നു. ഇപ്പൊ ശാരീരികമായ ആരോഗ്യം മനസ്സിന്റെ ആരോഗ്യത്തിന് പ്രാധാന്യമുണ്ട്. അപ്പൊ മനസ്സിന് തന്നെ 4 തലങ്ങളുണ്ടെന്നാണ് യോഗിമാര് പറയുന്നത്. നമ്മൾ ഈ കാണുന്ന മനസ്സ്, ബോധമനസ്സ്, അല്ലെ, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ ഈ ലോകത്തെ കാണുമ്പോൾ നമ്മുടെ ബോധ മനസ്സിലൂടെയാണ് കാണുക. ഇതിന് മറ്റൊരു തലം ഋഷി പറയുന്നു, സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ ഉപബോധ മനസ്സ്. അപ്പൊ നിങ്ങൾ ഉറങ്ങുകയാണ്, നിങ്ങളുടെ കണ്ണടഞ്ഞു, നിങ്ങൾ ചെവി ഒന്നും കേൾക്കുന്നില്ല, പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ സ്വപ്നങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട്. ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിക്കാലത്തെ സ്വപ്നങ്ങളായി നിങ്ങൾ കാണുന്നു, ഇന്നുണ്ടായ അനുഭവങ്ങളെ സ്വപ്നങ്ങളായി കാണുന്നു, ഭാവിയെ പറ്റിയുള്ള ആശങ്കകൾ, ഉത്കണ്ഠകൾ, പ്രതീക്ഷകൾ നിങ്ങളുടെ മനസ്സിലേക്ക് സ്വപ്നങ്ങളായി വരുന്നു. പക്ഷെ കണ്ണടഞ്ഞിരിക്കുന്നു, ചെവി അടഞ്ഞിരിക്കുന്നു. അപ്പോൾ പ്രവർത്തിക്കുന്ന മനസ്സ് ഏതാണ്? അത് ഉപബോധ മനസ്സിന്റെ ഒരു തലമാണ്. അപ്പൊ ബോധ മനസ്സ് ഉണർന്നിരിക്കുമ്പോൾ പ്രവർത്തിക്കുന്നു. ഉപബോധ മനസ്സ് സാധാരണഗതിയിൽ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി ഉറക്ക സമയത്ത് സ്വപ്നത്തിലൂടെ കാര്യങ്ങളെ നമ്മളെ കാണിച്ചു തരുന്നതാണ് ഉപബോധ മനസ്സ്. എന്നാൽ ഉപബോധ മനസ്സിന് പല തലങ്ങളുണ്ട്. ആഴങ്ങളിലേക്ക് നമുക്കത് ധ്യാനത്തിലൂടെ പോകാൻ കഴിയും. ഇതുപോലെ തന്നെ അബോധ മനസ്സിനെ പറ്റി ഋഷികൾ പറയുന്നു. അബോധം എന്ന് പറഞ്ഞാൽ ബോധമില്ലാത്തതെന്നുള്ളതല്ല, ബോധത്തിന്റെ വളരെ ആഴത്തിലുള്ള ഒന്നാണ്. നമ്മളുടെ ജന്മജന്മാന്തര രഹസ്യങ്ങളെല്ലാം ഈ അബോധ മനസ്സിന്റെ തലവുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു എന്നാണ് യോഗിമാര് പറയുക. അതായത് അബോധ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള കാഴ്ചകൾ നിങ്ങളുടെ ഉള്ളിലൂടെ പോകും. കഴിഞ്ഞ ജന്മങ്ങളിൽ ഞാൻ ആരായിരുന്നു എന്നറിയാൻ ശ്രീബുദ്ധന് താൻ ബുദ്ധാവസ്ഥയിലേക്ക് വരുന്നതിന് മുമ്പുള്ള അനേക ജന്മങ്ങൾ അദ്ദേഹത്തിന് അറിയാൻ കഴിഞ്ഞിരുന്നു എന്നാണ് പറയുക. അപ്പൊ നമ്മളുടെ ജനിമൃതികളെ പറ്റിയുള്ള സർവ്വകാര്യങ്ങളും നമ്മളുടെ ഉള്ളിലുണ്ട്. മറ്റൊരു മനസ്സിന്റെ തലമാണ് അതീത മനസ്സ്, സൂപ്പർ കോൺഷ്യസ് മൈൻഡ് എന്ന് ഋഷികൾ പറയുന്നു. ഈശ്വരീയ അവബോധം, ഈശ്വരീയ ജ്ഞാനം, ഈ ലോകത്തിന് അപ്പുറമായ പല തലങ്ങളെ പറ്റിയുള്ള അറിവ് ഉൾക്കൊള്ളുന്ന മനസ്സാണ് നമ്മൾ ഈ പറയുന്ന അതീത മനസ്സെന്ന് പറയും. അപ്പൊ മനുഷ്യ മനസ്സിന് തന്നെ വ്യത്യസ്ത തലങ്ങളുണ്ട്. ഒരു മനുഷ്യന്റെ മനസ്സ് എന്ന് പറയുന്നത് നമുക്ക് സാധാരണഗതിയിൽ കാണാൻ കഴിയുന്ന ഒന്നല്ല. ശരീരത്തെ കാണാം, സ്പർശിക്കാം, മനസ്സിനെ നമുക്ക് കാണാൻ കഴിയില്ല. ചിന്തകളുടെയും ആഗ്രഹങ്ങളുടെയും വികാരങ്ങളുടെയും സ്പന്ദന മണ്ഡലമാണ് മനസ്സ് എന്ന് പറയും. ഈ ബോധ മനസ്സ് എന്ന് പറയുന്നത് ചിന്തകളുടെയും ആഗ്രഹങ്ങളുടെയും വികാരങ്ങളുടെയും സ്പന്ദന മണ്ഡലമാണ്. അപ്പൊ മനസ്സിനെ ആരോഗ്യകരമാക്കുക എന്നുള്ളത് ജീവിത വിജയത്തിന് വളരെ പ്രാധാന്യം ഉള്ളൊരു കാര്യമാണ്. മനസ്സ് പോസിറ്റീവ് ആണെങ്കിൽ ജീവിതം പോസിറ്റീവ് ആക്കാം. മനസ്സ് നമുക്ക് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ ജീവിതം നമുക്ക് നെഗറ്റീവ് ആകാം. അപ്പൊ മനസ്സിന് ട്രെയിൻ ചെയ്യണം, മനസ്സിന് പരിശീലനം കൊടുക്കണം, മനസ്സിനെ ഉത്തേജിപ്പിക്കണം, മനസ്സിനെ ഊർജ്ജസ്വലമാക്കണം. മനസ്സിൽ ഒരുപക്ഷെ പൂർവ്വജന്മ കർമ്മങ്ങളുടെ സ്വാധീനത്താലോ ഈ ജീവിതത്തിലെ അടുക്കും ചിട്ടയും നിഷ്ഠയും ഇല്ലാത്തത് കൊണ്ടോ മനസ്സ് പലപ്പോഴും ദുർബലാവസ്ഥയിലായിരിക്കും. നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാകും, അധമ ചിന്തകൾ ഉണ്ടാകും. നമുക്കതിനെയൊക്കെ മാറ്റാൻ കഴിയും. അഗാധമായ ധ്യാനത്തിലൂടെ മനസ്സിനെ പരിപൂർണമായും നമുക്ക് ആനന്ദത്തിലേക്ക്, ആരോഗ്യത്തിലേക്ക്, ഊർജ്ജസ്വലതയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഈ മനസ്സും യോഗയും വളരെ കണക്റ്റഡ് ആണ്. മനസ്സിനെ ശാക്തീകരിക്കാനായിട്ട് യോഗയിലെ പരിശീലനങ്ങൾ വളരെയധികം സഹായിക്കും. പ്രാണായാമങ്ങൾ, മന്ത്രജപങ്ങൾ, ധ്യാന പരിശീലനങ്ങൾ, മനഃശക്തി വർദ്ധക ക്രിയകൾ, ഇതൊക്കെ ചെയ്യുക വഴി മനസ്സിനെ ശാന്തമാക്കാം, സ്വസ്ഥമാക്കാം. അപ്പൊ ശരീരത്തിനെ ആരോഗ്യപൂർണ്ണം സൂക്ഷിക്കാനായിട്ട് ശരിയായ ആഹാരവും ശരിയായ വ്യായാമവും ശരിയായ വിശ്രമവും ശരിയായ പ്രകൃതിബന്ധവും ശരിയായ ഉറക്കവും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമാണ് എന്നുള്ളതാണ്.
അതായത് ജീവിതം നമുക്കൊരു ചിട്ടയോടെ, നിഷ്ഠയോടെ, കൃത്യമായ യോഗ അനുഷ്ഠാന ക്രിയകളിലൂടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അങ്ങനെ കഴിഞ്ഞാൽ നമുക്കൊരു യൗകിക ജീവിതം, ഒരു യോഗാത്മകമായ ഒരു ജീവിതം നമുക്ക് നയിക്കാൻ കഴിയും. അത് ശാന്തിയും സന്തോഷവും ആരോഗ്യവും ജീവിതത്തിൽ പകർത്തും. യോഗ തെറാപ്പി എന്ന് പറഞ്ഞാൽ യോഗ പരിശീലനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ശാരീരിക തലത്തിൽ, മാനസിക തലത്തിൽ, ബൗദ്ധിക തലത്തിൽ, ആത്മതലത്തിൽ, ആത്മീയ തലത്തിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുക എന്നുള്ളതാണ് യോഗിക് തെറാപ്പി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തെറാപ്പി എന്നാൽ ഒരു ചികിത്സാ സമ്പ്രദായമാണ്. ഇവിടെ ബാഹ്യമായ ഒരു മരുന്നുകളും നമ്മൾ ഉപയോഗിക്കുന്നില്ല. നമ്മളുടെ ശരീരത്തെയും മനസ്സിനെയും ബോധത്തെയും നമ്മുടെ ഉള്ളിലെ ആത്മീയ ശക്തിയെയുമാണ് യോഗ തെറാപ്പിയിൽ നമ്മൾ ഉപയോഗിക്കുക. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ശരീരത്തിന് അമിത വണ്ണമുള്ള ഒരാൾ, ശാരീരിക തലത്തിലെ ഒരു പ്രശ്നമാണ് ഇന്ന് ഒബീസിറ്റി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അമിതമായി ശരീരത്തിന് വണ്ണം വെക്കുക പാരമ്പര്യം ഒരു ഘടകമാണ്. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ ചിലത് കഴിക്കുമ്പോൾ അതുകൊണ്ട് ചിലർക്ക് ശരീരത്തിന്റെ വണ്ണം വർദ്ധിച്ചു വരാറുണ്ട്. പല കാരണങ്ങൾ ശരീരം വണ്ണം വെക്കുന്നതിനുണ്ടാകാറുണ്ട്. അപ്പൊ ഇതില് യോഗിക് തെറാപ്പിയിൽ ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. നിങ്ങളുടെ ബാഹ്യവും ആന്തരികവുമായ അവയവങ്ങളെ സ്വാധീനിക്കുന്ന യോഗ വ്യായാമങ്ങൾ, പാദ, കര, നേത്ര, ഗ്രീവ, മേരുദണ്ഡ വ്യായാമങ്ങൾ വഴി, സൂര്യ നമസ്കാരം ചെയ്യുക വഴി, അതേപോലെ യോഗാസനങ്ങൾ, വിവിധങ്ങളായ യോഗാസനങ്ങൾ, ലഘുവായിട്ടുള്ളതും പിന്നീട് അതിന്റെ അഡ്വാൻസ് തലത്തിലുള്ള വിവിധങ്ങളായ യോഗാസനങ്ങൾ അനുഷ്ഠിക്കുക വഴി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ പറയുന്ന ഒബീസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം എന്ന് പറയുന്ന ഒരു കാര്യത്തെ മാറ്റാൻ കഴിയും. അപ്പൊ ഇവിടെ നമ്മൾ ഒരു മെഡിസിനും ഉപയോഗിക്കുന്നില്ല. സൂര്യ നമസ്കാരം, യോഗാസനം, പ്രാണായാമം പോലെയുള്ള മെത്തേഡുകളാണ് ഉപയോഗിക്കുക. ഇപ്പോ ഒരാൾക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, മനസ്സ് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല, അതും ഒരു പ്രശ്നമാണ് അല്ലെ? മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ മനസ്സെപ്പോഴും ദുഃഖത്തിലേക്ക് പോകുന്നു, നെഗറ്റീവിലേക്ക് പോകുന്നു, വിഷാദമാണ്. അതിനെന്തെങ്കിലും യോഗയിൽ തെറാപ്പി ഉണ്ടോ? തീർച്ചയായിട്ടും മനസ്സിനെ സ്വാധീനിക്കാൻ ഏറ്റവും നല്ല മെത്തേഡാണ് യോഗയിൽ പറയുന്ന പ്രാണായാമ മെത്തേഡുകൾ, അല്ലെങ്കിൽ അതിൽ ഉപയോഗിക്കുന്ന മന്ത്ര ജപ പരിശീലനങ്ങൾ. മനസ്സിനെ നമുക്ക് ശാന്താവസ്ഥയിലേക്ക് കൊണ്ടുപോകുവാൻ കഴിയും. അപ്പൊ അത് മനോജന്യമായിട്ടുള്ള രോഗങ്ങളെ നിവാരണം ചെയ്യാനായിട്ട് ഈ മെത്തേഡുകൾ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ പല വിദ്യാർത്ഥികളും യോഗ പഠിക്കാൻ വരുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞാൻ നേരിടുന്ന ഒരു പ്രശ്നമാണ്, എനിക്ക് ഓർമ്മശക്തി കിട്ടുന്നില്ല, എത്ര പഠിച്ചിട്ടും ഓർമ്മ കിട്ടുന്നില്ല, അതിനെന്തെങ്കിലും ചികിത്സ, അതിനെന്തെങ്കിലും മരുന്ന് യോഗയിലുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ ഈ പറയുന്ന പ്രാണായാമ വിദ്യകൾ, അല്ലെങ്കിൽ മന്ത്രജപ പരിശീലനങ്ങൾ, ധ്യാന പരിശീലനങ്ങൾ, മനഃശക്തി വർദ്ധക ക്രിയകൾ, ഈവൻ നമ്മൾ ചെയ്യുന്ന യോഗാസനങ്ങളും സൂര്യനമസ്കാരവും പോലും നിങ്ങളുടെ ബ്രെയിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും സഹായിക്കും. അത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അനേകം തരത്തിലുള്ള പഠനങ്ങൾ ഈ മേഖലയിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ വളരെ പ്രായമായ ചില ആൾക്കാർ വന്നിട്ട് ചോദിക്കാറുള്ള ഒരു കാര്യമാണ്, എനിക്ക് ഈശ്വരനെ അറിയണം, അല്ലെങ്കിൽ ഈശ്വരീയ അനുഭവങ്ങൾ ഉണ്ടാകണം, ഈശ്വരീയ അനുഭൂതികൾ ഉണ്ടാകണം, എനിക്ക് ഈശ്വരനെ കാണാൻ കഴിയുന്നില്ല, ഈശ്വരനെ അറിയാൻ കഴിയുന്നില്ല, ഈശ്വരീയ അനുഭവങ്ങൾ ഉണ്ടാകുന്നില്ല, അതിനെന്തെങ്കിലും മരുന്നുണ്ടോ, അതിനെന്തെങ്കിലും മന്ത്രമുണ്ടോ യോഗയിൽ? തീർച്ചയായിട്ടും യോഗയിൽ വിവിധങ്ങളായ ധ്യാന മാർഗങ്ങൾ അതിനകത്ത് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ നമ്മൾ യോഗയുടെ തെറാപ്പി വശം എന്ന് പറഞ്ഞാൽ, ഇവിടെ തെറാപ്പി എന്ന് പറയുന്നത് കേവലം ശരീരത്തെ മാത്രമല്ല, ശരീരം, മനസ്സ്, ബുദ്ധി, ആത്മാവ്, ഈ തലങ്ങളിൽ നമ്മൾ നേരിടുന്ന ഏത് പ്രശ്നങ്ങൾക്കും ഏത് രോഗങ്ങൾക്കും അതിനെ പരിഹരിക്കാൻ ആവശ്യമായ വിവിധങ്ങളായിട്ടുള്ള മെത്തേഡുകൾ യോഗയിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. യോഗയിൽ ചെയ്യുന്ന എല്ലാ മെത്തേഡുകളും, യോഗവ്യായാമങ്ങളാവട്ടെ, യോഗാസനങ്ങളാവട്ടെ, പ്രാണായാമങ്ങളാവട്ടെ, മന്ത്രജപ പരിശീലനങ്ങളാവട്ടെ, ധ്യാന പരിശീലനങ്ങളാവട്ടെ, അപ്പോൾ തീർച്ചയായിട്ടും ഒരു തെറാപ്പി, ഒരു ചികിത്സ എന്ന രീതിയിൽ തന്നെ നമ്മളെ സഹായിക്കുന്നുണ്ട്. യോഗയിൽ നിരവധി മെത്തേഡുകൾ നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണത്തിന്, യോഗ പഠിക്കാൻ വരുന്ന ഒരു വിദ്യാർത്ഥി പഠിച്ചു തുടങ്ങേണ്ടത് നേരെ യോഗാസനങ്ങളിലേക്കല്ല അയാൾ പോകുന്നത്, നേരെ പ്രാണായാമങ്ങളിലേക്കല്ല പോകുന്നത്. അതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിരിക്കുന്ന ഒരു പ്രോസസ്സുണ്ട്. ആദ്യം തന്റെ ശരീരത്തെ അയാൾക്ക് വഴക്കാൻ കഴിയണം. അതിന് യോഗിമാർ മുന്നോട്ട് വയ്ക്കുന്ന ആദ്യഘട്ട പരിശീലനങ്ങളുണ്ട്. അവയെ ശിഥിലീകരണ വ്യായാമങ്ങൾ, യോഗ വ്യായാമങ്ങൾ എന്നൊക്കെയാണ് വിളിക്കുന്നത്. അതായത് യോഗ ചെയ്യുന്നത് നമ്മൾ എന്തുകൊണ്ടാണ്? യഥാർത്ഥത്തിൽ നമ്മുടെ കൈകൾ കൊണ്ടും കാലുകൾ കൊണ്ടും ഒക്കെയാണ്, ബാഹ്യ ശരീരവും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ യോഗ ചെയ്യുക. അപ്പോ ബാഹ്യ ശരീരത്തിന് ശക്തിയില്ലെങ്കിൽ, ബലമില്ലെങ്കിൽ ഒരിക്കലും യോഗയുടെ ഉയർന്ന തലങ്ങളിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം യോഗ വ്യായാമങ്ങൾ അല്ലെങ്കിൽ ശിഥിലീകരണ വ്യായാമങ്ങൾ നമ്മൾ പഠിക്കുന്നു. പാദവ്യായാമങ്ങൾ, അതായത് കാലുകൾക്ക് ആവശ്യമായിട്ടുള്ള വ്യായാമങ്ങൾ. വഴക്കമില്ലാത്തൊരു ശരീരം കൊണ്ട് ഒരിക്കലും യോഗ ചെയ്യാൻ പാടില്ല. ശരീരത്തിന് വേണ്ട അടിസ്ഥാനപരമായ കാര്യമാണ് ശരിയായ വഴക്കം, ശരിയായ കഴിവ്.
ശരിയായ കരുത്ത്. കരുത്ത്, കഴിവ്, വഴക്കം, ഇത് മൂന്നുമുണ്ടെങ്കിലേ നിങ്ങൾ യോഗയിലെ യോഗാസന സമ്പ്രദായങ്ങൾ ചെയ്യാവൂ. നേരത്തെ പറഞ്ഞു യോഗ എന്ന് പറയുന്നത് വളരെ വലിയൊരു വൃക്ഷമായിട്ട് നമ്മൾ അതിനെ സങ്കല്പിച്ചാൽ യോഗ വ്യായാമങ്ങൾ എന്ന് പറയുന്നത് അതിന്റെ ഒരു ശാഖയാണ്. അതിൽ പാദവ്യായാമങ്ങൾ കാലുകളെ ശക്തിപ്പെടുത്തുന്നതിന്, കരവ്യായാമങ്ങൾ കൈകളെ ശക്തിപ്പെടുത്തുന്നതിന്, നേത്രവ്യായാമങ്ങൾ കണ്ണുകളെ ശക്തിപ്പെടുത്തുന്നതിന്, ഗ്രീവവ്യായാമങ്ങൾ നമ്മളുടെ കഴുത്തിനെ ശക്തിപ്പെടുത്തുന്നതിന്, മേരുദണ്ഡ വ്യായാമങ്ങൾ നമ്മളുടെ നട്ടലിനെ ശക്തിപ്പെടുത്തുന്നതിന് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. പാദ, കര, നേത്ര, ഗ്രീവ, മേരുദണ്ഡ വ്യായാമങ്ങൾ. അതായത് ബാഹ്യ അവയവങ്ങളെ നമ്മൾ ഫ്ലെക്സിബിൾ ആക്കുന്നു. ആ ബാഹ്യ അവയവങ്ങളെ ഫ്ലെക്സിബിൾ ആക്കുന്നു, അവയ്ക്ക് കരുത്ത് നൽകുന്നു, അവയ്ക്ക് കഴിവ് നൽകുന്നു. എന്നിട്ടാണ് നമ്മൾ ഇതിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുക. അപ്പൊ യോഗവ്യായാമങ്ങൾ അല്ലെങ്കിൽ ശിഥിലീകരണ വ്യായാമങ്ങൾ കൃത്യമായി പഠിച്ച് നമ്മളുടെ ബാഹ്യ അവയവങ്ങൾക്ക് വേണ്ട കരുത്തും കഴിവും വഴക്കവും നൽകിയിട്ട് അടുത്തതായി നമ്മൾ പഠിക്കേണ്ടതാണ് യോഗാസനങ്ങൾ. അല്ലാതെ വന്നൊരു വിദ്യാർത്ഥി ഡയറക്റ്റ് യോഗാസനങ്ങളിലേക്ക് പോയി ശീർഷാസനം നല്ലതാണെന്ന് കരുതി അപ്പോഴേ തലകുത്തി നിൽക്കാൻ പാടില്ല. ശരീരത്തിന് വഴക്കമില്ലാതെ, കഴിവില്ലാതെ, കരുത്തില്ലാതെ ഉയർന്ന ആസനങ്ങൾ ചെയ്യാൻ പാടില്ല. യഥാർത്ഥത്തിൽ ആസനങ്ങൾ ഉണ്ടായത്, യോഗാസനങ്ങൾ ഉണ്ടായത്, യോഗാസനങ്ങളെ പറ്റി പറയുന്നത് തന്നെ സ്ഥിരം സുഖം ആസനം എന്നാണ്. സ്ഥിരമായി സുഖമായി ഒരു പോസ്ചറിൽ ഇരിക്കുവാനുള്ള നിങ്ങളുടെ കഴിവ്, ഇതിനെ ആസനസിദ്ധി എന്ന് യോഗിമാര് പറയുന്നു. അതിനെപ്പറ്റി പറയുന്നത് ഒരു 24 മിനിറ്റെങ്കിലും ഒരു ധ്യാനാസനത്തിൽ ഇരിക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടാവണം. മിനിമം 24 മിനിറ്റ്. അതായത് നമ്മൾ 24 മണിക്കൂറിൽ നിന്ന് ഓരോ മിനിറ്റ് എടുത്തുകൊണ്ട് ആണ് ഏകദേശം കണക്ക് പറയുക. 24 മിനിറ്റെങ്കിലും നമുക്കൊരു ആസനത്തിൽ ഇരിക്കാൻ കഴിഞ്ഞാൽ ഏകദേശം ഒരു ആസന സിദ്ധി എന്ന് നമുക്ക് പറയാം. ഉദാഹരണത്തിന് യോഗാസനങ്ങളുടെ അല്ലെങ്കിൽ യോഗാസനങ്ങളിൽ തന്നെ ധ്യാനാസനങ്ങളുടെ ചക്രവർത്തിയായിരിക്കുന്ന ഒരു ആസനമുണ്ട്, പത്മാസനം. പക്ഷെ പത്മാസനത്തിൽ ഇരിക്കണമെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ വന്ന് പത്മാസനത്തിൽ നിങ്ങൾക്ക് ഇരിക്കാൻ സാധ്യമല്ല. കാലുകൾക്ക് നല്ല വഴക്കമുണ്ടാവണം. അപ്പൊ അതിന് പാദകര, നേത്ര, ഗ്രീവ, മേരുദണ്ഡ വ്യായാമങ്ങൾ നിങ്ങൾ പരിശീലിക്കണം. അപ്പോൾ യോഗയിൽ പറയുന്ന ഓരോ കാര്യങ്ങളും, ഇപ്പൊ യോഗ വ്യായാമങ്ങൾ ചെയ്താലേ നിങ്ങൾക്ക് യോഗാസനങ്ങളിലേക്ക് വരാൻ പറ്റൂ. യോഗാസനങ്ങൾ യഥാർത്ഥത്തിൽ ഉണ്ടായത് ധ്യാനാസനങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നതിന് വേണ്ടിയാണ്. സ്ഥിരം സുഖം ആസനം എന്നാണ് ഋഷി പറഞ്ഞത്. ഒരു പോസ്റ്ററിൽ സ്ഥിരമായി സുഖമായി ഇരിക്കുവാൻ, അതായത് ശരിയായി മെഡിറ്റേഷൻ ചെയ്യാൻ, ശരിയായി നട്ടെല്ല് നിവർത്തിയിരുന്ന് പ്രാണായാമം ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നവയാണ് ആസനങ്ങൾ. അതിലെ ധ്യാനാസനങ്ങൾ. ധ്യാനാസനങ്ങൾക്ക് വേണ്ട കരുത്തും കഴിവും വഴക്കവും ശരീരത്തിന് വരുത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ് യോഗാസനങ്ങൾ യഥാർത്ഥത്തിൽ പണ്ട് കാലത്ത് രൂപപ്പെട്ടത്. പിന്നീട് കാലാന്തരത്തിൽ അതിലെ ഒരുപാട് ഗവേഷണങ്ങൾ നടന്നു, പുതിയ പുതിയ സമ്പ്രദായങ്ങൾ വന്നു, പുതിയ പുതിയ ആചാര്യന്മാർ വന്നു, അനേക യോഗാസനങ്ങൾ ഉണ്ടായത് വളരെ നല്ലതാണ്. എപ്പോഴും ഒരു ശാസ്ത്രത്തിന് വികാസം ഉണ്ടാവണം. അപ്പൊ അത്തരത്തിൽ രൂപപ്പെട്ടതാണ് നമ്മൾ ഇന്ന് കാണുന്ന അനേക തരത്തിലുള്ള യോഗാസനങ്ങൾ. യോഗയെ കുറിച്ച് വളരെ സമഗ്രമായി, വളരെ ലളിതവുമായി അങ്ങ് വ്യാഖ്യാനിച്ച് ഞങ്ങൾക്ക് തന്നാൽ വളരെയധികം നന്ദിയുണ്ട്. അങ്ങയുടെ പ്രവർത്തനം, യോഗ മേഖലയിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒന്ന് പറഞ്ഞാൽ. യോഗ മേഖലയിലെ എൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, നമുക്കൊരു സ്ഥാപനമുണ്ട്, ഹിമാലയൻ സിദ്ധാശ്രമ യോഗ സാധക കേന്ദ്രം എന്നാണ് അതറിയപ്പെടുന്നത്. പരമഗുരു സ്വാമി നിഖിലേശ്വരാനന്ദ പരമഹംസജിയുടെ ആ ഒരു സമ്പ്രദായമാണ് നമ്മൾ പിന്തുടരുന്നത്. ഹിമാലയൻ സിദ്ധാശ്രമ സമ്പ്രദായം എന്നാണ് അത് അറിയപ്പെടുന്നത്. അതിൽ നമ്മൾ ഇന്ന് ഏറ്റവും അധികം പ്രൊമോട്ട് ചെയ്യുന്നത് ശിവകുണ്ഡലിനി ധ്യാനയോഗം എന്ന് വിളിക്കുന്ന ഒരു മെത്തേഡാണ്. ശിവകുണ്ഡലിനി ധ്യാനയോഗം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളുടെ ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ പരമശിവൻ കുടികൊള്ളുന്നു എന്നുള്ളതാണ് ഈ ധ്യാനവിദ്യ നമ്മളോട് പറയുന്നത്. അതായത് നമ്മളുടെ സൂക്ഷ്മ ശരീരത്തിൽ, നമ്മളുടെ സഹസ്രാര പത്മത്തിൽ ശിവൻ കുടികൊള്ളുന്നു. അതായത് ശിവബോധം അല്ലെങ്കിൽ പരമേശ്വര ബോധം കുടികൊള്ളുന്നു എന്ന് പറയുന്നു. ആ ബോധത്തിലേക്ക് നമ്മളുടെ ശക്തിയെ നയിക്കുക. ഇപ്പൊ ശിവകുണ്ഡലിനി രാജ യോഗ രഹസ്യത്തിൽ ശിവ കുണ്ഡലിനി യോഗ രഹസ്യം ശിവനിലേക്ക് ശക്തിയെ ഉയർത്തിവിടുന്ന വിദ്യയാണ്. നമ്മളുടെ സഹസ്രാരയിൽ ശിവനുണ്ട്, നമ്മളുടെ മൂലാധാരയിൽ ശക്തി ഉണ്ട് എന്നാണ് പറയുക. അപ്പോ മൂലാധാരത്തിൽ കുടികൊള്ളുന്ന ദൈവീക ശക്തിയെ സ്വാധിഷ്ഠാന, മണിപൂരക, അനാഹത, വിശുദ്ധി, ആജ്ഞ തലങ്ങൾ കടത്തി ശിവനുമായി ലയിപ്പിക്കുന്ന വിദ്യയാണ് ശിവരാജയോഗം അല്ലെങ്കിൽ ശിവകുണ്ഡലിനി യോഗം എന്നറിയപ്പെടുന്നത്. ഈ വിദ്യയുടെ മറ്റൊരു പേരിന്ന് വളരെ പ്രശസ്തമാണ് ക്രിയായോഗം എന്നറിയപ്പെടുന്ന വിദ്യ. നമ്മളുടെ ഷഡാധാര ചക്രങ്ങളും മനസ്സും പ്രാണനും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന, നമ്മുടെ ഉള്ളിലെ ദൈവികതയെ
അതേപോലെ തന്നെ നമ്മുടെ ഭൗതിക ആത്മീയ ജീവിതത്തെ ഉയർത്തുവാനായി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡുകളാണ് ഇതെല്ലാം തന്നെ. അപ്പൊ ആ ഒരു വിദ്യയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്, ശിവകുണ്ഡലിനി യോഗം എന്ന് പറയുന്നു. അത് പഠിപ്പിക്കുന്നത് നമ്മളുടെ സ്ഥാപനമാണ് ഹിമാലയൻ സിദ്ധാശ്രമ യോഗ സാധക കേന്ദ്രം. നിലവിൽ 10,000-കണക്കിന് ആൾക്കാരിലേക്ക് ഈ വിദ്യ തികച്ചും സൗജന്യമായി നമ്മൾ എത്തിക്കുന്നു. ഇത് പഠിക്കുന്നതിന് എന്തെങ്കിലും ഫീസോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല, തികച്ചും സൗജന്യമായിട്ടാണ് പഠിപ്പിക്കുന്നത്. ഈ വിദ്യ നമ്മളെ ശാരീരിക തലത്തിൽ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുന്നു, ശരീരത്തിന് ഊർജ്ജസ്വലത ഉണ്ടാക്കുന്നു, നമ്മുടെ ശരീരത്തിന് അകാരണമായി ഉണ്ടാകുന്ന ക്ഷീണം, അതേപോലെ മടി, അലസത തുടങ്ങിയ വിവിധങ്ങളായ കാര്യങ്ങളുണ്ട്. അതിനെല്ലാം മാറ്റി ശരീര മനോതലങ്ങളെ ശക്തിപ്പെടുത്തുന്ന വിദ്യയാണ് ശിവകുണ്ഡലിനി യോഗം. നമ്മൾ നേരിടുന്ന വിവിധങ്ങളായ മാനസിക പ്രശ്നങ്ങളെ, മാനസിക രോഗങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് മനസ്സിന്റെ ശക്തിവർദ്ധനവിനും മനസ്സിന്റെ ഗുണങ്ങളെ വർദ്ധിപ്പിക്കുന്നതിനും ഈ വിദ്യ വളരെയധികം പ്രയോജനപ്രദമാണ്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ബുദ്ധിയുടെ 2 തലങ്ങളെയും, സാമാന്യ ബുദ്ധിയും അസാമാന്യ അതീന്ദ്രിയമായ ബുദ്ധി, 6th സെൻസ്, അതിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഈ വിദ്യ നമ്മളെ വളരെയധികം സഹായിക്കും. ആത്യന്തികമായി ഈ വിദ്യ നമ്മളെ മോക്ഷത്തിലേക്ക്, നിർവ്വാണത്തിലേക്ക് കൊണ്ടുപോകലാണ്. എന്ന് വെച്ചാൽ ഞാൻ ആരാണ്, എൻ്റെ ഉള്ളിൽ യഥാർത്ഥ ശക്തികൾ എന്താണ്, ആ ഒരു തിരിച്ചറിവ് നമുക്ക് നൽകുക. ഈ വിദ്യ പഠിക്കുന്നതിന് നമ്മൾ ഭൗതിക ജീവിതം ഉപേക്ഷിക്കേണ്ടതില്ല, നമ്മൾ സന്യാസിയായി പോവേണ്ടതില്ല. ദിവസം ഒരു അരമണിക്കൂർ സമയം നമുക്ക് മാറ്റിവെക്കാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് അനുഷ്ഠിക്കാൻ കഴിയും. വളരെ വേഗത്തിൽ നമ്മളുടെ വ്യക്തിത്വത്തെ വികസിപ്പിക്കാൻ ഇതിൽ അനേകം മെത്തേഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഊർജക്രിയ പ്രാണായാമങ്ങൾ ഉള്ള വ്യത്യസ്തമായ മന്ത്രജപ ശാക്തീകരണ ക്രിയകൾ ഉൾക്കൊള്ളുന്ന ഒരു വിദ്യയാണ് ശിവകുണ്ഡലിനി യോഗം എന്ന് പറയുന്നത്. അത് പല സ്റ്റേജുകളായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. നിലവിലൊരു 10,000-ലധികം ആൾക്കാരിലേക്ക് ഈ വിദ്യ നമ്മൾ എത്തിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം വളരെയധികം സദ്ഫലങ്ങൾ കിട്ടുന്നു എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. തികച്ചും സൗജന്യമായിട്ട് ഈ ശിവകുണ്ഡലിനി യോഗവിദ്യ നമ്മൾ പഠിപ്പിക്കുന്നു. വേണ്ടി ഞങ്ങളുടെ പ്രേക്ഷകരായ സാധകർക്ക് വേണ്ടി അങ്ങയുടെ വിലപ്പെട്ട സമയം ആ സത്യത്തിന് വേണ്ടി ചിലവഴിച്ചതിന് ഞങ്ങളുടെ മീറ്റ് മീ ചാനലിൽ നിന്ന് വളരെയധികം നന്ദി. സന്തോഷം. നമസ്കാരം.